എന്തായാലും സാധാ ഞങ്ങളിവിടെ വന്നിട്ട് സൊസൈറ്റി ഹോട്ടലിൽ എത്തിക്കണേ. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ 1 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തിക്കണേ. 1 മണി 1:30 മണിയാകുമ്പോഴത്തേന് എത്തി. എന്തായാലും അല്ലെ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാമല്ലേ? ഇനി യാസർ കബീർ വന്നിട്ടില്ല. അവരിപ്പോൾ ലൈസൻസിൻ്റെ ചെറിയ കാര്യത്തിന് വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും അപ്പോൾ ഞങ്ങളിവിടെ സൊസൈറ്റി ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ്. സൊസൈറ്റി ഹോട്ടൽ, ഫൗണ്ടൻ പ്ലാസ്, ഡിലക്സ്, റഹ്മാനിയ, അതുപോലെ അങ്ങനെ ഈ ഏരിയയിലുള്ള നല്ല ഹോട്ടലൊക്കെ നല്ല സൂപ്പർ ഭക്ഷണമാണ്. ഇവിടൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെയാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് സൊസൈറ്റി ഹോട്ടലിലെ ഭക്ഷണം. ഇല്ല, സൊസൈറ്റി അല്ലത് ഈ ഹോട്ടലിൻ്റെ നാമത്തെ സൊസൈറ്റി ഹോട്ടലിലെ ഭക്ഷണമാണ്. നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. അവർ വെക്കും. മീൻ പൊരിച്ചത് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ഫുള്ളാണ്. എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ അഭിപ്രായം? പറയും. സൂപ്പറല്ലേ മോളെന്താ പാട്? അല്ലയാ എന്താ ഭക്ഷണം പാട്? സൂപ്പറല്ലേ? അതാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. ഇത് അതുപോലെ ഫൗണ്ടൻ പ്ലാസ്, പിന്നെ റഹ്മാനിയ, ഡിലക്സ്, അടിപൊളി ഭക്ഷണമാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കുക. സൊസൈറ്റി സൊസൈറ്റി റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഭക്ഷണം നന്നായി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് വിടും. അതാണ് ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെടുത്ത് വിടുന്ന പരിപാടി നിൽക്കില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാളിയാ ഇനി പോവട്ടെ. ഞങ്ങൾ പോവുകയാണ്. ഇൻഷാല്ലാ. അളിയാ പോവല്ലേ? അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായി. സൊസൈറ്റി ഹോട്ടലിൻ്റെ അടുത്ത് വരുന്ന വഴിയത്. ഓക്കെ, സൂപ്പർ ഭക്ഷണം. അസ്സലാമലൈക്കും വയാസേ, എന്താണ്ട് പേരോ? സുഖമല്ല എനിക്ക്. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം സൂപ്പറാട്ടാ, അടിപൊളി ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയണേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കുട്ടികളൊക്കെ അവിടെ എല്ലാവരും ഇരിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങളെ പേരെന്താ കാക്ക? അബൂബക്കർ അല്ലേ? മാഷാല്ലാ. ഇൻഷാല്ലാ കാണാൻ നമുക്ക് കേട്ടാ. അല്ല മക്കളെ പോകണ്ട, ഇവിടെ നിന്നാൽ മതിയാ. അല്ല ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുക. ഇവിടെ ഇഞ്ചുമാണെങ്കിൽ ചോറ് കഴിക്കുക. ചായ കുടിക്കേണ്ട സമയമായി. മറവേ അല്ലെങ്കിൽ ചായ കുടിച്ച് പോകണമെങ്കിൽ ചായ കുടിച്ചിട്ട് പോവാം. അല്ല കുറച്ചും കൂടി ഇവിടെ നിൽക്കുക, ചായയും കൂടി കുടിച്ചിട്ടാണ് പോവാം. എന്തായിട്ട്? ശരി, അങ്ങോട്ട് പോയിക്കണില്ലേ? സാ ഞങ്ങൾ പോട്ടെ. ഗബീറേ പോവല്ലേ? ഓക്കെ. മക്കളൊക്കെ ഊഞ്ഞാലാടേട്ടാ. എടാ മൂത്താപ്പ പാട്ട് പാടിച്ചേർച്ചാ. മക്കളെ നിങ്ങൾക്ക് മൂത്താപ്പ പാട്ട് പാടിച്ചേട്ടെ. റഹ്നക്കുട്ടി, റിസ്വാൻ കുട്ടി, ഓടിവായോ പൊന്മോളെ. ചാടിക്കളിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ ഓടി വന്നവരാണ്. ആടുന്ന തൊട്ടിലെ താരാട്ടുമായി ആട്ടിയുറക്കിയവരാ. ചാടിക്കളിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ ഓടി വന്നവരാണ്. റഹ്നക്കുട്ടി, റിസ്വാൻ കുട്ടി, ഓടിവായോ പൊന്മോളെ. ചാടിക്കളിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ ഓടി വന്നവരാണ്. ആടുന്ന തൊട്ടിലെ താരാട്ടുമായി ആട്ടിയുറക്കിയവരാ. ഓടുന്ന ഓട്ടത്തിൽ ഓടി വീഴുമ്പോൾ ഓടിപ്പിടിച്ചവരാ. റിസ്വാൻ കുട്ടി, ഇഷക്കുട്ടി, ഓടിവായോ പൊന്മോനെ. ആടുന്ന തൊട്ടിലെ താരാട്ടുമായി ആട്ടിയുറക്കിയവരാ. ഇതാണ് മുഹമ്മദ് അലി റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തിരിയാട്ടാ. ഇവിടുന്ന് പോണത് CST വീട്ടിൻ്റെ അവിടേക്കാണ്. ഇത് പോണത് വേറെ റോഡാണ്, സാത്ത് റസ്ത എന്ന് പറയും. ഇതാണ് മുഹമ്മദ് അലി റോഡിൻ്റെ അടുത്ത് തിരിയണത്. ഞാനങ്ങനെ വീഡിയോ എടുത്ത് വിട്ടതാണ്. ഇവിടെയൊക്കെ ഈ വർഷക്കാലത്ത് വന്നാലൊന്നും നടക്കൂല. ഇവിടെയൊക്കെ വന്നാൽ ഭയങ്കര സ്പ്രേയുടെ നല്ല മണം. ഇവിടെ അസ്തർക്കടയാണിത്. അല്ലേ?
ഇതൊക്കെ വേനൽക്കാലത്ത് നിങ്ങൾ വേനൽക്കാലത്ത് വന്നോളി, അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് വന്നാൽ എന്താ പറയുക, വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂടാകാരം. അപ്പോഴത്തേനും ഓരോരുത്തരും നടന്ന് ആകെ കയ്യും കാലും ഒന്നും വേണ്ടാത്ത എവിടെയെങ്കിലും പാട്ട് കിടന്ന ഞാൻ വെച്ചാൽ ഭയങ്കര എന്താ ഇങ്ങോട്ട് പറയാം, സംഭവം എല്ലാവരും കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ ഉണ്ട്. കയ്യും ആകെ ശരീരം കൂടെ ഒന്നും വയ്യാതാവും. ഇപ്പം നാളെ തെങ്ങേറാൻ പറ്റുള്ള കരുത്ത് കിട്ടണോ. ഇതൊക്കെ ഒരു മാർക്കറ്റാണ്. ഇവിടെ നിന്നാണ് കുളത്തിലെ പള്ളിൻ്റെ അടുക്ക് പോണ വഴി. ഓക്കെ കാണിച്ചിട്ടുണ്ട്. പതുക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവിടെ വെച്ചാളേ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കാളി. ഈ പഹന ഞാൻ പറയും ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി ബോംബെത്തെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ബോംബെ എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബോംബെൻ്റെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിടുമ്പോൾ അപ്പം നോക്കിക്കോളി നിങ്ങൾ. ചിലപ്പം ബോംബെൻ്റെ ഏതെങ്കിലും നല്ല ഭാഗങ്ങളായിരിക്കും ഓനാ വിടണമെന്നുള്ളത്. ബാക്കികളൊന്നും കാണാൻ നിൽക്കണ്ട. ബാക്കികളൊക്കെ ചിലപ്പോൾ പ്രാന്തി ഇളകുമ്പോൾ പലതും വിളിച്ച് പറയുന്ന. എൻ്റെ മക്കൾ 2-3 തവണ കൂടെ എത്ര തവണ വന്നിക്കണേ. എൻ്റെ ഭാര്യയും കുട്ടികളും ഒരുപാട് കാലം ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മക്കളൊക്കെ ഞാൻ ഇവിടെ പഠിപ്പിച്ചിരുന്നായിരുന്നു. പിന്നെ മൂത്ത മോളെ നാട്ടിൽ തന്നെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ കുട്ടി വലുതായപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് എന്തിനാണ് മൂത്ത മോളെ ഇവിടെ ആക്കിയിട്ട് ആ കുട്ടികളൊക്കെ ഇവിടെ അവിടെ കൊണ്ടിട്ട് നിർത്തണം ശരിയല്ല. അങ്ങനെ വീടും ഇതൊക്കെ വെച്ച് ഇതാണ് അബ്ദുറഹ്മാൻ സ്റ്റേറ്റിൻ്റെ പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ നിർത്തി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ടാക്സിയിൽ പോതാ. ഇവിടെയാണ് അതിൻ്റെ മാർക്കറ്റ്. നല്ല രസമാണ്. ഇവിടെ ഇതർ സൈഡ് में കട कर दो भाई, ഇതർ സൈഡ് में കട कर दो. ഇവിടെ എല്ലാവർക്കും യൂട്യൂബിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. പാവങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്തതാ. അവർ വരുന്നുണ്ട്. അവരൊരു ടാക്സി അങ്ങനെ പോവുകയും ചെയ്ത്. അപ്പോൾ അവരോട് ഞാൻ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞ് ഇതാണ് മാർക്കറ്റ്. ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും അത്യാവശ്യത്തിന് റേറ്റ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, മുഹമ്മദ് അലി റോഡാണ്. ഇവിടൊക്കെ ഉണ്ട്, ഇതിനുള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ. ചുരിദാർ അതൊക്കെ അല്ല 350 റുപ്യ. വായോ ഇവിടൊക്കെ ബാഗ്, ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. 250 റുപ്യ, 350 റുപ്യ. വാ ഇവിടെ പോരെ. ഇതാട്ടാ ഇതാണ് ചുരിദാറിൻ്റെ കട. ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇവിടേക്ക് 350 റുപ്യ കിട്ടും. ഇവിടെ എല്ലാം ഉണ്ട്, ചുരിദാറിൻ്റെ പീസും സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഓരോന്നിനും നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 850 റുപ്യാണ് ഇവിടെ കാണി. ഇവിടെ ഏതെടുത്താലും ഓരോ സാധനത്തിൻ്റെ മുളക്ക് നല്ല റേറ്റാണിത്. ഇവിടെ കാണി, ഇവിടെ കംപ്ലീറ്റ് അതിൻ്റെ മാർക്കറ്റാണ്. ഒക്കെ അവിടെ റേറ്റ് ഉണ്ട്. 650 റുപ്യ, 850 റുപ്യ. നല്ല സാധനമാണ് ഇവിടെ. എടുത്തോളി, ഇവിടെ ഇവിടുന്ന് എന്തെങ്കിലും എടുക്കണോ അവര്? എനിക്കെന്താ വേണ്ടി അപ്പോൾ ഇത് മുഹമ്മദ് അലി റോഡിൻ്റെ ഇവിടെ ആയിട്ട് എൻ്റെ മാർക്കറ്റ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ തന്നെ എടുക്കല്. ബെറ്റിങ്ങൾ ഇവിടെ വന്ന പ്രഭ എന്താ ഇപ്പം നിങ്ങളോട് പറയാം, ഒരു വൈകുന്നേരം വരെ ഇത് എടുക്കാൻ തന്നെ നടക്കല. ഇവിടെ വന്നാലും അവർക്ക് ദിവസം ബോംബേക്ക് വരണം. കാരണം അവിടെ എടുത്തിട്ടും എൻ്റെ പെങ്ങന്മാരെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സ് നല്ല ഏട് മോളെ ഇതെന്തൊരു എൻ്റെ പേര് അറിയില്ല. ഇന്നാൾ വന്നേക്ക് ഇവിടെ പല സാധനങ്ങളൊക്കെ എടുത്ത് പോയതല്ലേ, വില കുറവിനൊക്കെ കണക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അറിയില്ല, ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്. ഇനി മറവ ബിറൊക്കെ ഉണ്ട് വെറ്റ ഒക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇനി ഇവിടെ വീഡിയോ കട്ടാക്കി പിടിക്കണം. നടന്നോളി. എൻ്റെ മൊബൈലിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൽ തുടങ്ങിയതാ. മനസ്സിലാ 600. ഇതൊക്കെ നാട്ടിൽ എന്ത് വിലക്ക് കിട്ടണാവോ. ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇത് കണ്ട ഓൾക്കൊക്കെ വാങ്ങാൻ തോന്നി. എനിക്ക് പറ്റണില്ല, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് ഇതൊന്നെടുത്ത് 550 റുപ്യ. അവർ ദൂസറ കൊണ്ടല്ല लिया था ना 650. 650 റുപ്യ എടുത്ത് അതിന് ശേഷം ഇതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ കാണാൻ ഇവിടെ എല്ലാ മോഡലും ഉണ്ട്. ഓരോന്നിനും ഇതൊക്കെ നമ്മുടെ നാട്ടിലാകുമ്പോൾ അതിനും വലിയ റേറ്റ് കൂടും. കണ്ടില്ലേ എങ്ങനെ? അത് 350 റുപ്യ. അങ്ങനെ കാണിക്കാൻ നിന്ന ഒരുപാടുണ്ട്. ഇവിടെ വന്നോളി. ഇവിടൊക്കെ ഇതിൻ്റെ ഫുള്ളായിട്ട് മാർക്കറ്റാണ്. ഇത് 450 റുപ്യ.
ഇതാ 450 റുപ്യ കണ്ടില്ല കുട്ടികൾക്കുള്ള ഡ്രസ്സ്. അങ്ങനെ ഒരുപാട് പിന്നെ ദാദ്ര വൈക്കൊക്കെ ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ നേരമില്ല അല്ലേ. ഇവിടെ എല്ലാ സാധനവും ഓരോന്നിനും ഓരോ പ്രിൻ്റ് കാര്യമുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഇവിടെ വെക്കട്ടെ പൊന്നാറ മക്കളെ. രാവിലെ പിന്നാലെ പോയി ഇടങ്ങറായിക്കണേ. ഞാൻ വിടണ്ട. ഇതേമാതിരി നിങ്ങൾക്ക് ഇന്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളേ. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ ഇറച്ചിപ്പുറട്ടം കിട്ടാനല്ല, നിങ്ങൾക്ക് ഇതേമാതിരി ഓരോ മാർക്കറ്റ് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ 23/7/2000 ഇവിടെ കൊണ്ട് സ്റ്റോപ്പാക്കി പിടിക്കട്ടെ. അവർക്ക് കുറേ സാധനങ്ങൾ എടുത്തു കൊടുക്കണം. ഇങ്ങനെ മൊബൈൽ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ നിന്നാലേ അതെന്നെ നേരം ഉണ്ടാവുള്ളൂ. കണ്ടില്ല ഇവിടെ ഒക്കെ ഉണ്ട്. ഓക്കെ ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. അവർക്കിപ്പോൾ എവിടെ പോയാണ്? അപ്പോൾ വീഡിയോ എടുത്തിട്ട് പണ്ട് കുട്ടി പാടത്തേക്ക് കഞ്ഞി ഉണ്ടായ പോലെ മതി. ഇപ്പോൾ കഞ്ഞി വീണ് പോയി ഇപ്പം നമ്മൾ കയറ്റാണ്ട് വരട്ടെന്ന് ചോദിച്ചാൽ മാതിരിയാവും. ഞങ്ങളെ തിരഞ്ഞെടുക്കായിരുന്നു. നിങ്ങൾ എടുത്തോടി സാധാരണ നമ്മുടെ വെക്കട്ടെ. ആളെ വെയ്യെന്നോ എൻ്റെ ആളെ നോക്കണേ. ആകെ വേർത്തിട്ട് പാവം. സാറില്ല കേട്ടാ, ഒക്കെ ശരിയായിക്കോളും. അവരെ കാണാൻ തന്നെ ഇല്ലല്ലോ. അവർക്ക് എവിടെ പോയണോ? ഇവിടെ വന്ന പൊന്നാരമായി എത്ര എടുത്താലും മതി വരില്ല, എടുത്തും കൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് ബോംബെയിൽ. ഇവിടെ 5000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനം മേടിച്ച് പോകാം. നാട്ടിൽ 15,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 15,000 ഉറുപ്പ്യക്ക് സാധനം മേടിക്കണേ. ഇവിടെ ഏകദേശം ഒരു 5000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അവനാൻ്റെ എല്ലാ മക്കൾക്കും പണ്ടില്ല 550, 450, 350 ഉറുപ്പ്യൊക്കെയാണ് ഇവിടുത്തെ ഓരോന്നിൻ്റെ വില. ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്നാളിൻ്റെ പെങ്ങന്മാരും കുട്ടികളും സർവ്വ ആൾക്കാർ വന്നിട്ട് മാനാക്ക ഇനിയും വരാൻ തോന്നുന്നു. മാനാക്ക അവർക്ക് ഇനി എവിടെയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത എനിക്ക് വയ്യ പൊന്നാറ മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്തങ്ങനെ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും. പിന്നെ കഴിഞ്ഞിടത്തോളം പെൺകുട്ടികളൊക്കെ പിന്നെ ബോംബെക്കാരെ കൊണ്ട് ചെക്കനെ കൊണ്ട് ചെറുക്കന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളി. അതെന്തിനാണ് അങ്ങനെ കല്യാണം കഴിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി കിട്ടിയ ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചളഞ്ഞ് കച്ചവടം ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പെണ്ണെട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ഇഷ്ടം പോലെ എടുക്കുക. ഭയങ്കര ബുദ്ധിയാട്ട മാനിയോ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം? അതൊന്നുമില്ല. ഞാൻ ഇവിടെ വെക്കുകയാണേ. ओके उस्ताद ये मार्केट का नाम क्या है? नाकुदा मोहल्ला मोहम्मद अली रोड। नाकुदा मुल्ला मोहम्मद अली रोड। अच्छा इधर को सब सस्ते में इधर आएगा तो पूरा सस्ते में जो चीज़ मिलता है ना, इधर पूरा सस्ते का भाव है बोलते हैं। बहुत अच्छा मार्केट सस्ती है पूरी। हाँ बहुत अच्छा मार्केट। इधर भी मार्केट है और किधर मार्केट है जरा सही बता दो। मनीष मार्केट वो भी मंगलदास अपना बोले सर दादर सब नहीं। मैं इधर ही आता। मैं बाजू में नारियल की दुकान है, नारियल पानी का दुकान है मेरा। साबू सिद्दीक हॉस्पिटल अभी हॉस्पिटल के सामने। और मेरा जेबी पट्टी स्कूल है ना, फैशन सिटी का बाजू में BSNL का टावर का। मैं बहुत साल हो गया इधर ही आता, सब कुछ लेता है बच्चे लोग के लिए। ये उन लोग अभी आया था, फैमिली लोग आया तो उन लोग के लिए मैं कपड़ा लेने के लिए आ गया. ഇവിടെ കൊണ്ട് വെക്കട്ടാ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അത് എടുക്കാൻ പോണേ. ഇനിയിപ്പോൾ എൻ്റെ മോള് മൂത്ത മോള് ഗൾഫിൽ പോകുക. അവള് വന്നിട്ട് ഇനി ഓളും ഉമ്മയൊക്കെ ഇവിടെ വരുന്നുണ്ട്. മരുവനൊക്കെ വന്നിട്ട് ബോംബേക്ക്. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം ഇൻഷാ അല്ലാ. ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മേടിച്ചിട്ടുണ്ട്. इसको जरा ऐसा पकड़ नहीं सकता है, थोड़ा बच्चे को बेटा रहना. ओके എൻ്റെ എല്ലാവരോടും പറയുന്നുണ്ട്, രാവിലെ പുലർച്ചെ അവർക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് മാർക്കറ്റ് മൊത്തം. ഇന്നെ കൂടെ വിളിക്കലിട്ടാ പടച്ചാണ് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പൂതി എടുത്ത് പൊന്നാറ മക്കളെ. അല്ലാ ഞാൻ പലയിടത്തും ബിറ്റങ്ങളെ കൂടെ കറങ്ങി എൻ്റെ കയ്യും കാലൊക്കെ ആകെ കുഴഞ്ഞിക്കണ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ബിറ്റങ്ങളെ കൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ബിറ്റകളെ കൂടെ അല്ല, എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പാടെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടല്ലോ
അല്ലാ തെങ്ങ് കയറുമ്പോൾ ഇത്ര കടുപ്പമില്ല. തെങ്ങ് കയറിയാൽ കടുപ്പൊക്കെ ഉണ്ട്. അത് കുറച്ചേരം ഇരുന്ന് അങ്ങോട്ട് മാറും വിചാരിക്കുക. ഇവിടെ ഡ്രസ്സ് എടുക്കണ പരിപാടി ഉണ്ടല്ലോ. അല്ലാ എന്താ നിങ്ങളോടൊക്കെ പറയാം. എൻ്റെ പൂതിയിരുന്ന് ഞാൻ ടാക്സി വിളിക്കട്ടെ. നിങ്ങൾ ആര് വേണമെങ്കിലും ബോംബെ വേണമെങ്കിൽ കാണാൻ പോരി. പക്ഷേ എന്നെ വിളിക്കരുതിട്ടാ. ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം. കുറച്ചാണ് ചേച്ചി എങ്ങോട്ടൊക്കെ എൻ്റെ അവസ്ഥ നോക്കാനേ ഇടങ്ങറായി മക്കളെ. സത്യ അല്ല അവരിഞ്ചും പോവുകയാണെങ്കിൽ അവർക്ക് ആചല്ലി പോയി പോകണം. ഞാൻ പറഞ്ഞ് കച്ചറ കൊണ്ടുവരാണ്ട് ഒരുപാട് പണിയുണ്ട്. സാല്ല ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അതുവരെയൊക്കെ ഇവിടെ നടക്കാണ്ട്. സാല്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടാ. ഞാൻ അവരൊക്കെ നാളെ പോകും. നാസർ നാളെ പോകണില്ല പറഞ്ഞു. അവനക്ക് ലൈസൻസിൻ്റെ കാര്യം പിന്നെയും ശരിയായിട്ടില്ല. 2 ദിവസം പിടിക്കാത്ര. ജ്യേഷ്ഠനും അവൻ്റെ പെണ്ണുങ്ങളും അവൻ്റെ അളിയനൊക്കെ ഇവിടെ കൂടി പോവുകയാണ് നാളെ നേത്രവാദിക്ക്. സാല്ല 23/7/2025. അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയാണ്, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത് ഇപ്പോൾ അതാ രാത്രി 7 മണി കഴിഞ്ഞ് 7:30 മണിയിട്ടായിക്കണേ. അവസാനം എനിക്ക് വയ്യാതായി. കാരണം ഇനി കടയിൽ കച്ചറ കൊണ്ടുവരാണ്ട് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇനി അവർക്ക് അവിടെ ആജലിയിലേക്ക് പോകണം. അവസാനം അവർ പറഞ്ഞ മാനൊക്കെ നിങ്ങൾ പോയിക്കോളിയാണ്ട് അവരെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവസാനം ഞാനിപ്പോൾ സംസ്കാര റൂമിലേക്ക് പറഞ്ഞാൽ ആ വരണ വയ്ക്കാൻ നിൽക്കുക. ഇത് കണ്ടമാനം വെയിറ്റ് ഉണ്ടായിട്ട് പറ്റങ്ങോട്ട് തളർന്നിക്കണേ. ആ അവസ്ഥയിൽ കൂടെ ആയിക്കണേ. പറ്റങ്ങൾ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊന്നും ഞമ്മക്ക് നടക്കൂല. അവസാനം ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് മക്കൾക്ക് മേടിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരട്ടാ. ഇത് എൻ്റെ ചെറിയ മോൾക്കുള്ളതാണ്, അവൾക്ക് എടുത്തതാണ്. പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ മോൾക്കുള്ളതാണ്. മൂത്ത മോൾക്ക് നാളെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് അവൾക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ ഓൾ പറഞ്ഞ് ഇനിയിപ്പോൾ ഓൾ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എപ്പോൾ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഓൾ വരണുണ്ട് കാരണം അപ്പോൾ എടുത്താൽ മതിയായിരുന്നു. അന്ന് അങ്ങനെ ആയിക്കോട്ടെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്താൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതും എൻ്റെ പെണ്ണുങ്ങൾക്ക്. ഇത് എൻ്റെ മോൾക്കുള്ള ചെറിയ മോൾക്ക്. ഇത് ചെറിയ മോൾക്കുള്ളതാണ്. ഇതും ചെറിയ മോൾക്കുള്ളതാണ്. ഇത് രണ്ടാമത്തെ മോൾക്കുള്ളതാണ്. ഇതും രണ്ടാമത്തെ മോൾക്കുള്ളതാണ് തോന്നുന്നത്. ഇത് എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇടും ചെയ്യാം. അപ്പോൾ ഇതാ പറഞ്ഞ നിങ്ങളോട് എല്ലാവരോടും പറയണ്ട, നിങ്ങൾ ഭാര്യമാർക്ക് ഇതേമാതിരി അവൾക്ക് ആവശ്യമുള്ള സാങ്കേതികമൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. ഭാര്യമാരെ ഉമ്മാനും ഇപ്പാനൊന്നും വേദനിപ്പിക്കരുത്. അവരാണ് നമുക്ക് ഈ ഭൂമിയിലെ സ്വർഗം. അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതാ ഭാര്യക്ക്, എൻ്റെ ഭാര്യക്ക്, എൻ്റെ ഭാര്യ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക്, ഇതിൻ്റെ 2, 4, 5, 6, 7. അപ്പോൾ അതാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലും? 2, 4, 5, 6, 7. ഇതിൻ്റെ മോൾക്കുള്ള എടുത്താൽ രണ്ടാമത്തെ മൂത്ത മോൾക്കൊന്നും എടുത്തില്ല. മൂത്ത മോളിപ്പോൾ ഗൾഫിൽ പോവാണ്. ഇവൾ വേണ്ടപ്പ പറഞ്ഞു വന്നിട്ട് എൻ്റെ കുട്ടിക്ക് വന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള എടുത്തു കൊടുക്കുക. പിന്നെ ഞാൻ മുഖ്യാറും വെള്ള ഷർട്ട് ഇടല്. കറുത്ത പാൻറ്റേ പറ്റുള്ളൂ. കണ്ടില്ലേ? നിങ്ങളെ പോലെ ജീൻസ് ഇടില്ല. അപ്പോൾ ഞാൻ എൻ്റെ 3 ഷർട്ട് പീസ് എടുത്ത് വെള്ള ഞാൻ കൊണ്ടുപോയി അടുപ്പിക്കാൻ കൊടുക്കും. അപ്പോൾ ഞാൻ വരണ വയ്ക്കാൻ ഇപ്പോൾ ഇവിടെ വെച്ച് സംസുഖാൻ്റെ റൂമിൽ വാതിലിട്ട് പൂട്ടിയിട്ട് നാളെ ഞങ്ങൾ ഇളഞ്ഞും പറിച്ച് വരുന്ന സമയത്ത് അത് ഞാൻ എൻ്റെ കടയിൽ മറ്റൊരു തൂക്കി പിടിക്കാൻ വയ്യ, കയ്യിനാകെ തളർന്നിക്കണേ. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ബോംബെക്കാരനെ കല്യാണം കഴിച്ച കാരണം ഓൾക്ക് നല്ല സുഖം. വിടാതെ ഇങ്ങനെ 3 മാസം 4 മാസം ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചുരിദാർ കിട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കിട്ടിയൊരു സന്തോഷം നോക്കാണ്. 75 പവൻ്റെ പണ്ടായിട്ട് വന്നതാണ്. ചങ്ങരംകുളത്ത് നന്ന മുക്കിന്നാണ് എൻ്റെ ഭാര്യനെ ഞാൻ കല്യാണം കഴിച്ചിരിക്കണത്. അതിൻ്റെ പുറമെ 25 പവൻ്റെ പണ്ടം മഹറടക്കം 100 പവൻ്റെ പണ്ടോളെ ദേഹത്ത് ഇട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടോ? ഭാര്യമാരെ പണ്ടം മേടിക്കുമ്പോഴത്തേന് പെണ്ണുങ്ങൾ ഇങ്ങനെ കടിക്കണ കാണാം. ഞാൻ തരൂല, അത് എൻ്റെ ഒപ്പം ഉണ്ടാക്കി തന്നതാ, അത് നിങ്ങൾക്ക് നിന്നുള്ളതല്ല. അങ്ങനെയൊന്നും ഭർത്താക്കന്മാരെ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അവർ നിങ്ങൾക്കൊരു സ്വർഗം, ഞാൻ ഇന്നാളത്തെ വീഡിയോസിലും പറഞ്ഞിട്ട്, അവർ നിങ്ങൾക്കൊരു സ്വർഗം ഉണ്ടാക്കി തരാനല്ലേ ആ പാവങ്ങൾ വളരെ പ്രയാസപ്പെടുന്നത്. അല്ല ഭർത്താക്കന്മാർ കഞ്ചാവ് വലിച്ചിട്ടോ ചരസ് വലിച്ചിട്ടോ നടക്കണമെന്നില്ലല്ലോ.
ഒരു 4 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം 10 സെൻറ്റ് സ്ഥലം എടുത്തതിലൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ എത്രമാത്രം വേദന ഉണ്ട്. ആ സാധനത്തിൽ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ, ഏന്നോ എൻ്റെ അപ്പ എനിക്കും നിങ്ങൾക്കും കൂടി തന്ന മുതലാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾ വിറ്റോളി, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പൊരുത്തല്ല എന്നാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് പറഞ്ഞത്. അതായിരിക്കണം ഭാര്യ. അല്ലാതെ ഞാൻ ഓളെ 2 പവൻ ബുക്കും 3 പവൻ 2000-ൽ കല്യാണം കഴിക്കുന്ന സമയത്ത് 3700 3800 റുപ്യേന് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ 75 പവൻ ഓളപ്പം മരണപ്പെട്ട് ഉമ്മ യാത്ര ജീവിച്ചിരിക്കേണ്ട ഓളെ ആങ്ങളാർ 2-3 ആങ്ങളാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞ എടി എൻ്റെ പണ്ടങ്ങൾ ഞാൻ ഇങ്ങനെ വിറ്റ് തീർത്താൽ എൻ്റെ ആങ്ങളാരൊക്കെ കണ്ട എന്നെ ചീത്ത. അപ്പോൾ ഓള് പറഞ്ഞാൽ ആരും അറിയണം പോകണില്ല, ഞാൻ കയ്യമ്മ കെട്ടി കിടക്കുക. അപ്പോൾ എന്താണ് ഓളെ പണ്ടം ഞാൻ വിറ്റിട്ട് അവസാനം ഒക്കെ വിറ്റ് തീർത്തു, ഒന്നുമില്ലാതായി. ഞാൻ പല സ്വപ്നങ്ങളും ചെയ്തു നോക്കി, ബോംബെയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തോടത്തോളമൊക്കെ നശിക്കുക ചെയ്തത്. അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ആയി. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പടച്ചോനെ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അങ്ങോട്ട് ഉയർത്തി. അള്ളാഹ് വിചാരിച്ചാൽ നമ്മളെ ഉയർത്താനും പറ്റും, അള്ളാഹ് വിചാരിച്ചാൽ താത്താനും പറ്റും. അത് നമ്മളെ വഴി നന്നാക്കി വെച്ചാണ്ട് പോയാൽ മതി. നമ്മൾ രക്ഷപ്പെടണില്ല എന്ന് പറഞ്ഞിട്ട് ആരാൻ്റെ മുതൽ പോയി കക്കാൻ പോകണ്ട. ആരാൻ്റെ നമുക്ക് ഭ്രാന്തളിക്കാൻ കാണാൻ നല്ല ചിലാണ്ട് ആരാൻ്റെ ആൾക്കാർ അങ്ങോട്ട് വലുതായി കാണുന്ന കണ്ടിട്ട് മനസ്സൂരിക്കൊന്നും വേണ്ട. നമ്മളൊരാൾ നേരാവണി കണ്ട് മുന്നോട്ട് ഓന് ഇതേമാതിരി എല്ലാം പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പം ഓരോരുത്തർ രക്ഷപ്പെടുന്നത്. ഇപ്പം എം എ യൂസുഫ് അലി സാറ് പ്രവാസി ലോകത്ത് പോയിട്ട് ആ മനുഷ്യന് വളരെ പ്രയാസത്തിൽ കൂടെയാണ് ആ മനുഷ്യൻ കര കയറിയത്. അതേമാതിരിയാണ് അങ്ങനെ കര കയറിയിട്ടാണ് ഒരാളൊരു നിലയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ മറ്റേ നേരാവണി കണ്ടിട്ട് ഉരുക്കരുത്. നമ്മൾ റബ്ബിനോട് അടുക്കുക, അള്ളാഹുവേ ആ മനുഷ്യൻ നേരായ പോലെ അള്ളാഹുവേ അവനിക്ക് ഇനിയും നീ റഹ്മത്ത് കൊടുക്കുക റബ്ബേ എന്ന് പറയാം. ആ കൂട്ടത്തിൽ അള്ളാഹുവേ എന്നെയും ഉൾപ്പെടുത്തി റബ്ബേ, ഞാൻ വളരെ പ്രയാസത്തിലാണ്, ഞാൻ പലതും ചെയ്തു നോക്കി അള്ളാഹ്, എന്നെ കൊണ്ടൊന്നും കഴിയാതെ പോവുകയാണ് അള്ളാഹ്, ഞാൻ ഒരാളെ ഉറുപ്പ പോലും പറ്റിച്ച് തിന്നിട്ടില്ല അള്ളാഹ്, ആരുടെയും പണത്തെ മോഹിക്കാതെ ജീവിതത്തിൽ കൂടെ കരകയറി പോകുന്ന മനുഷ്യനാണ് അള്ളാഹ് എന്നിട്ട് റബ്ബിനോട് കൈ ഉയർത്തിക്കൊണ്ട് ഉസ്താദിനെ കാട്ടി ദുആ ചെയ്തൊക്കെ നിങ്ങൾ. എന്നിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ ഇങ്ങനെ കൈയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കരയണം. നമ്മൾ ഇരുന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളെ പറഞ്ഞയക്കും, നമ്മളെ ഹൃദയത്തിലേക്ക് കടക്കും, നമ്മളെ ഹൃദയത്തിലേക്ക് വേദന അനുഭവപ്പെടും. സത്യം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയില്ല, ചില മനുഷ്യന്മാർ ഞാൻ ആ പറഞ്ഞൊക്കെ ശരിയാണെന്ന് അവർക്കറിയാം. നമ്മുടെ ഹൃദയം വേദനിക്കണം. നമ്മളെ വീട്ടിൽ ഉമ്മ മരിച്ചാലും നമ്മളെ കൂടപ്പുറപ്പ് മരിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ അകത്തു നിന്നാണ് നമ്മളെ കരച്ചിൽ വരിക. അതുപോലെ നമ്മൾ കരയണം. ഏത് സമയത്തും നിസ്കരിക്കുമ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ അമ്പലത്തിലും ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം പൊട്ടി നിങ്ങൾ കരഞ്ഞു നോക്കാണ്. നമ്മളെ മലക്കുകൾ നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരും. മലക്ക് കിടക്കണത് പോലും നമുക്കറിയില്ല, എന്നാലും നല്ല മനുഷ്യന്മാർക്ക് അറിയാം. കാരണം എന്താണ്, അങ്ങനെയാണ്. അതൊക്കെ ആയിട്ട് കഥ ഞാൻ പിന്നെ പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ ഒന്നും സംഭവിക്കാതെ ഞാൻ ഒരുപാട് കാലം റോട്ടുമെന്ന് ഇറങ്ങിച്ച് ജീവിച്ച് അവസാനം എൻ്റെ പെണ്ണുങ്ങളെ 75 പവൻ്റെ 100 പവൻ്റെ പണ്ടൊക്കെ ഞാൻ വിറ്റ് തീർത്ത് ഓളിച്ചേന്നുള്ള വർത്താനം എന്നോട് പറഞ്ഞിട്ടില്ല. ഓൾക്കാരാ കള്ളു കുടിക്കാനോ കഞ്ചാവ് വിൽക്കാനോ പോയതല്ല. എന്തോ ഒരു പ്രയാസത്തിൽ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ എല്ലാം നശിച്ച്. എന്നാൽ ഓൾ അവസാനം പടച്ചോൻ കരകയറി തന്നെ. ആ ഭാര്യ ഞാൻ ഇന്നേവരെക്കും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അതായിരിക്കണം ഭർത്താവിൻ്റെ കൂടെ സ്നേഹത്തോടെ തന്നെ ഭാര്യമാർ കഴിയണം. ഭർത്താവും ഭാര്യയും കൂടി ഭർത്താവിനെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ജീവിക്കണം, ഭാര്യനെ മനസ്സിലാക്കിയിട്ട് ഭർത്താവും കൂടെ നിൽക്കണം. ഇപ്പം അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഓൾക്കുള്ള എല്ലാം ഉണ്ടാക്കി കൊടുക്കലെന്താ സംസുഖ വരണ്ടേ, ഞാൻ വെക്കട്ടെ, സംസുഖ വരണ്ട് തോന്നുന്നു. അപ്പോൾ സംസുഖ വരാറായിക്കണേ ഇൻഷാല്ലാ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ അതേമാതിരി ഞാൻ എല്ലാ പ്രാവശ്യം എന്തുണ്ടെങ്കിലും ഓൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും. ഓളിനെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പം നിങ്ങളും അതേമാതിരി ഭാര്യമാർ ഭർത്താവിനെ നല്ല സ്നേഹത്തോടെ തന്നെ സ്നേഹിക്കുക. ആ ഭർത്താവ് എന്തൊരു പ്രയാസപ്പെടുമ്പോൾ നിങ്ങളെ ദേഹത്തുള്ള പണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ പാവല്ലേ, ജീവിച്ചോട്ടെ. അവർ നിങ്ങൾക്കൊരു സ്വർഗം ഉണ്ടാക്കിയാണ്, അല്ലാതെ അവരെ വേദനിപ്പിക്കൊന്നും വേണ്ട. അതുപോലെ പ്രവാസി ലോകത്ത് നിന്ന് വരുന്ന സമയത്ത് ഭർത്താവിന് എന്താണ് വേണ്ടത് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക. ഭർത്താവിന് നല്ല സ്നേഹം കൊടുത്തേക്കാണ്. ആ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങൾ ഈ അല്ലറ ചില്ലറ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോഴാണ് അവരെ സമനില തെറ്റേണ്ടത്. ചെയ്യരുത്. കൂടെ നിൽക്കണേ. എൻ്റെ പെണ്ണുങ്ങൾ എനിക്ക് എൻ്റെ കൂടെ എന്നെ ഒരിക്കലും വേദനിപ്പിക്കലില്ല. അവളായിട്ട് ചിരിച്ച് കളിച്ച് ഓളൊക്കെ അടിച്ചിട്ട് ഞാൻ ഓടും. എനിക്ക് രസമാണ്. ഓളെ നല്ല വേദനാക്കും, അടിച്ചിട്ട് ഓടിയിട്ട് അതെന്തിനാണ് ഓളിനെ തിരിച്ചടിക്കാൻ വേണ്ടി. അതൊക്കെ ഒരു രസമാണ് നമുക്ക്. നമ്മളെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂടെ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്യണം. അല്ലാതെ കടുംപുറത്തം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കരുത് മക്കളെ മുന്നിലൊന്നും. മക്കളെ കൂടിയും ചിരിച്ച് കളിച്ചിട്ട് മരുവൻ്റെ കൂടിയും ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്യും. ജീവിതം അതാണ്. ചിരി മനുഷ്യർക്ക് ചിരി തന്നിട്ടുണ്ട്, കണ്ടില്ല, ചിരി വരുന്നുണ്ട്, ഗൗരവം വരുന്നുണ്ട്, സ്നേഹം വരും. ഒക്കെ ഹൃദയത്തിന് മനുഷ്യൻക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അല്ല നമ്മൾ മൃഗമായിട്ട് ജനിച്ചതല്ല. പോത്തും കുട്ടികൾക്ക് നീന്തക്കാൻ പഠിപ്പിക്കണേ.
അങ്ങനെ വന്ന് സീ റോഡിൻ്റെ അടുക്കടുത്ത് അടുത്ത ഫാഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ കൊണ്ട് സ്റ്റോപ്പാക്കി പിടിക്കട്ടെ. ഇതാട്ടാ സീ റോഡ് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ജീൻസ് പാൻറ്റും ചെരുപ്പൊക്കെ കിട്ടുന്നത്. കുറച്ച് റേറ്റ് കൂടും, പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് അത് റേറ്റ് കുറച്ച് കൊണ്ടുവരണം. ശരിയല്ലേ? ഇവിടൊക്കെ റേറ്റ് കുറവാണ്. ഇതാണ് സീ റോഡ് എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ആദ്യം കുറച്ച് റേറ്റ് കൂടുതലൊക്കെ പറയും. ഇവിടൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ നാസറിൻ്റെയും ഗബറിൻ്റെയും കട ഇവിടെ ഉണ്ട്. എൻ്റെ തൂക്കിട എന്താത് എന്താണ് ഇപ്പൊന്നും മനസ്സിലായി. അതിൽ വെക്കാൻ പറ്റുമോ? അതാണ് സീ റോഡ് ഇട്ടാ. ഇവിടെ കബീറിൻ്റെ നാസറിൻ്റെ ഇവിടെ ഉണ്ട് റെഡിമെയ്ഡ് ഷോപ്പ്. അതാ അവിടെ എനിക്കറിയില്ല. എൻ്റെ മൂത്താപ്പക്കും എൻ്റെ അപ്പാക്കുള്ള കട. ഈ മക്കൾക്കൊന്നും അറിയില്ല. ഇവിടെ കബീറിൻ്റെ മറ്റേ കട ഉണ്ട്. അതുപോലെ കുറച്ചുകൊണ്ട് പോകണം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സീ റോഡ്. സീ റോഡല്ല, സീ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കബീറിൻ്റെ കട. ഇവിടെ ഉണ്ട്. ഇവിടെ കേട്ടാ. ഇതാണ് കബീറിൻ്റെ കട ഉള്ളത്. ഓക്കെ, ഇവിടൊക്കെ സാധ്യത എല്ലാം ഉണ്ട്. ഇവിടെ വന്നാൽ മതി. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ എല്ലാ കടയിലും ഇവിടെ വന്ന സാധനങ്ങളൊക്കെ കിട്ടുക. ഇവിടെ നമ്മുടെ നാട്ടിലെ മാതിരി തോന്നിയ വിലാണ്ട് പറഞ്ഞിട്ട് നാട്ടിലുള്ളവർ പറയും ആകെ 10 രൂപ ലാഭമുള്ളൂ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ആദ്യം അവർ 800 900 ഒക്കെ പറയും. ടൈം ഒരു 10 250 രൂപ കുറച്ച് തരും. അത് ഇവിടുത്തെ പരിപാടി അങ്ങനെയാണ്. അല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അറിയാം നമ്മൾ പറ്റ വില കുറക്കുമെന്നുള്ളത്. നാട്ടിലങ്ങനെ നമ്മൾ റേറ്റ് കുറക്കുന്നുണ്ടാവില്ല. ഇല്ല, ഇതാണില്ലേ, ഇതാണ് എൻ്റെ കട അല്ലേ? അത് ശരി. ഞാൻ അതാച്ചിട്ടാണ് നിങ്ങളെ കാണാനില്ലേ. ഓക്കെ. അപ്പം ഇനി ഇവിടെ കൊണ്ട് വെക്കാണ് കേട്ടാ. ആയിക്കോട്ടെ. ഇത് വരാൻ കേട്ടാ സീ റോഡിൻ്റെ കണക്ക്. ഇവിടെ എൻ്റെ തെങ്ങുണ്ട് കേട്ടാ. ചർച്ച് ഗേറ്റ്, അങ്ങനെ ചർച്ച് ഗേറ്റിലെത്തി. ഇവിടെ കൊണ്ട് എത്തിയില്ലേ. ഇതാണ് ചർച്ച് ഗേറ്റ്. എൻ്റെ തെങ്ങിൻ തോട്ടാണ്. ഇവിടെ അതിനകത്തൊന്നും തെങ്ങില്ല, 2 തെങ്ങുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കിടക്കണ കാടൻ്റെ ഉള്ളിൽ ഇപ്പോൾ കിടക്കാൻ നേരമില്ല. അപ്പോൾ ഇനി ഇവിടെ കൊണ്ട് നിർത്തി അച്ചല്ലോ. ബേട്ടാ. ഓക്കെ, ഇനി ഫാഷൻ ഷൈറ്റിക്ക് പോകും. ഇവിടുന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കേണ്ടി. ഇനി ഫാഷൻ ഷൈറ്റിൽ എടുക്കേണ്ടി. ഇനി മുഹമ്മദ് അലി റോഡ്. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. പതുക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് അനവധി ആൾക്കാർ വരുമ്പോൾ അവരെ കൂട്ടിയിട്ട് ഇങ്ങനെ പലരും എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും വില കുറവുള്ളതൊക്കെ കാണാം. ഇവിടെ കൊണ്ട് സ്റ്റോപ്പാക്കണം. ഓക്കെ, ബായ്. എല്ലാവരോടും നമസ്കാരം, നന്ദി. 23/7/2025 നാളെ കബീറും നാസറും നാട്ടിലേക്ക് പോകും. ഞാൻ 30-ാം തീയതി പോകും. 31-ാം തീയതി അവിടെ എത്തും. എൻ്റെ മോള് ദുബായിലേക്ക് പോവുകയാണ് 1-ാം തീയതി. അതിൻ്റെ കുട്ടീനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എൻ്റെ ഇവിടെ എത്ര മൂന്നാമത്തെ 1 അതാണ് 2 3 എൻ്റെ മൂന്നാമത്തെ കട്ടറ അവിടേക്ക് എത്തി തുടങ്ങിയിട്ടാണ്. ഇതാണ് ബോംബെ ജംഖാന എന്ന് പറയുക. അതാണ് ഫാഷൻ സ്റ്റേറ്റ്. അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അങ്ങോട്ട് ഇപ്പോൾ സാധനം എടുക്കാനുള്ള നേരമില്ല. സമയം ഒരുപാടായി. രാവിലെ വന്നതാണ്. ഇവിടെ എൻ്റെ ഒരു കട ഉണ്ട്. 3-ാമത്തെ കട. 4-ാമത്തെ കട പൈതോണി പറഞ്ഞ സ്ഥലത്താണ്. 5-ാമത്തെ കട JJ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. 6-ാമത്തെ കടയാണ്
ഞാൻ ഇവിടെ ജയിൽ റോഡ് കുട്ടികളെ ജയിലുണ്ടല്ലോ, അങ്ങനെ എനിക്ക് 6 കട ഇവിടെ ഉണ്ട്. ഒക്കെ നടത്താൻ കൊടുത്തിട്ടാണ്. ആകെ ഒരു കട മാത്രമേ ഞാൻ മെയിൻ കട ഞാൻ കൊണ്ടിറക്കണം, ബാക്കിയുള്ള കട നടത്താൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ആ കട. ഓക്കെ, അവരൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ തന്നെ ബസ് കഴിഞ്ഞ് മുഹമ്മദ് അലി റോഡിനോട് കയറി ഒറ്റയ്ക്ക് റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് എൻ്റെ കട. ഇതാണ് എൻ്റെ കട കേട്ടാ. ഏയ്, ഇതാണ് എൻ്റെ കട. മറവ ഇജ്ജ് കണ്ടിട്ടില്ല? നാളെ ഇജ്ജ് കണ്ടിക്കണില്ലേ? ഈ കുട്ടി ഇജ്ജ് കണ്ടിക്കണ? മുത്തവട കണ്ടില്ല? അളിയാ ഇങ്ങോട്ട് വരിക അളിയാ. ഇതാണ് എൻ്റെ കട. ഈ കുട്ടിക്കാണ് നടത്താൻ കൊടുത്തിരിക്കണേ. ചില ആദ്മില്ലാതെ കൈ കൊടുത്താളി. അസ്സലാമു അലൈക്കും. നമ്മളെ കുട്ടിയാ. ആ, അപ്പം ഇനി ഞങ്ങൾ പോട്ടെ. चलो बेटा जा रहा है, ये सब अपना दोस्त का है, बच्चे लोग है, ठीक है. ഇനി അങ്ങനെ പോട്ടെ. ശരി, ഓക്കെ. എല്ലാവരോടും നമസ്കാരം, നന്ദി. ഇതിപ്പോൾ പുതിയ ഇവിടെ മ്യൂസിയം വന്നിട്ട് ഇതിന് ഭയങ്കര അരെ इसका एक दिन का पैसा कितना है? 600 रुपये. അത് ഒരാൾക്ക് കാണാൻ 600 റുപ്യാണ്. അപ്പോൾ അത് തറവാട് കുടുംബമാവും. ഞങ്ങളിത് ഇവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ അങ്ങനെ ഇതൊരു ടാക്സി ഇതാ വിളിച്ചിക്കണേ. ഇതൊരു ടാക്സിയാണ്. ഇതാണ് CST ട്ടാ, ഛത്രപതി ശിവാജി. എല്ലാവരും ഇവിടെ ടാക്സിയിൽ ഇരിക്കുന്നുണ്ട്. യാസറും കബീറും കൂടി മുനിസിപ്പാലിറ്റി ഓഫീസിലുള്ളത്. അത് കാരണമാണ് ഇപ്പോൾ വേറെ എവിടെയും കൊണ്ടുപോയി കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അവിടെ കടയുടെ ലൈസൻസ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലൈസൻസ് മക്കളെ പേരിലേക്ക് ആക്കുകയാണ്. അതിന് ഒരുപാട് പേപ്പർ വർക്ക് ശരിയാക്കാനുണ്ട്. ആകെ കുടുങ്ങി. ഇനിയിപ്പോൾ ഒന്ന് ഏതായാലും ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ കുട്ടികൾക്ക് വല്ല ഡ്രസ്സിൻ്റെ കട എടുത്ത് കൊടുക്കുക വെച്ചിട്ടാണ്. ഡ്രസ്സ് കട പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കാണിച്ചെടുക്കുക. നാളെ ഇനിയിപ്പോൾ പലർക്കും കൊണ്ടുപോയി കാണിക്കാണ്ട് അതിനെ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ എന്താ ചെയ്യുക? ഇതേലും കാണിച്ചു കൊടുക്കണം. ഇതാ മക്കളെ അതൊക്കെ കണ്ടോളിട്ടാ, നിങ്ങളോടിട്ടാ. ഒന്നുള്ളൂ. അതാ ഇത് ക്രാപ്പറ്റ് മാർക്കറ്റ് എന്ന് പറയട്ടാ. ഓക്കെ, അതിൻ്റെ സർക്കിളാണ് ഇവിടെ. ഇവിടേക്ക് ഭയങ്കര മാർക്കറ്റാണത്. ആ കുളത്തിലെ പള്ളി ഇവിടെയാണ്. അത് നമ്മളെ ബർത്ത്ഡേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത പലരും പറഞ്ഞതിന് ആ കുളത്തിലെ പള്ളിയൊക്കെ ഒന്ന് എടുത്ത് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉസ്താദിൽ ഞാൻ വിട്ടുതരുന്നുണ്ട്. ഒക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോന്ന് എല്ലാത്തിനുണ്ട് ഒരു സമയം. ഒറ്റയടിക്കൊന്നും എല്ലാം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഹൈ പൊന്നാറ മക്കളെ, എൻ്റെ പൂതിയായിരുന്നു. കാരണം രാവിലെ എവിടെ വെച്ചിട്ടാ പറ്റുകളെ എനിക്ക് പറയാൻ കിട്ടണില്ല. ഇവിടെ കൊണ്ട് വെക്കാൻ ഞാൻ മുതലാളിമാർ ഇവിടെ ഇരിക്കണതാണ്. ഞങ്ങൾ 23-ാം തീയതി ഞങ്ങൾ പല സ്ഥലങ്ങളൊക്കെ ഒന്ന് പോവാണ്. ഇളനീ കച്ചവടം ചെയ്തിട്ടാ മുതലാളി. ഇതാ കച്ചവടത്തിൻ്റെ ഭയങ്കര കച്ചവടത്തിൻ്റെ മഴ കാരണം. ഈ മഴത്ത് നല്ല മഴയാണ്. എന്താ നിങ്ങളോട് പറയാം, എവിടേക്കഞ്ഞി പേരെ കൊണ്ടുവന്ന ഒരു കൊടുത്തുമില്ല. ഇൻഷാല്ലാ നമ്മളെ മുതലാളി മക്കരൊക്കെ ഇട്ട് നിൽക്കണേ. കാക്കാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഇറച്ചി പൊറോട്ടയ്ക്ക് വാങ്ങിത്തരാം. 23-ാം തീയതി ഇനി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകട്ടാ. ഇവിടെ ഹോട്ടലിൽ ഫുള്ള് തിരക്കാ. കണ്ടില്ലേ കളി? ഫുള്ളായിട്ടുള്ള തിരക്കാ. നമ്മൾ എവിടെ ചെന്നാലും അവിടെ ഫുള്ളായിട്ട് തിരക്കുണ്ടാവും. അളിയാ നമ്മളെ എന്താണോ, ഞാൻ എവിടെ ചെന്നാലും ഭയങ്കര തിരക്കാലോ. എന്താ ഇവിടേക്ക് തിരിഞ്ഞെന്ന് വർത്താനം പറയടി. മറ്റേ ഇവിടെ അതിരമാ ബാബ എന്നൊരു തിരക്കുണ്ട്. തിരക്കലേക്ക് മഴ ഉണ്ടായിരുന്നു. മഴ ഞങ്ങൾ നിർത്തിച്ചു. നല്ല മഴ നല്ല കനത്ത മഴയായിരുന്നു. ചോദിച്ചേക്കാണി ഇങ്ങോട്ട് തന്നെ മാനിച്ച് ദ്വാ ചെയ്താൽ മഴ കിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പോട്ടെ. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കൂടുതരുന്നില്ല. ഇവിടെ ഹോട്ടലിലെ തിരക്കൊക്കെ ഞാനായിട്ട് കടന്നപ്പോൾ അവിടുത്തെ ഞാൻ കഴിച്ച്. ഞാൻ 2-3 പൊറാട്ടയും ഒരു മുട്ട റോസ്റ്റും കഴിച്ച്. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ നല്ല നല്ല സ്ഥലങ്ങൾ ഇനി ഇവിടുന്ന് വിടാൻ പോകണം. ഓക്കെ, ഞാൻ ആശ്രയിച്ച് അവരിപ്പോൾ അവിടെ ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബസ് ഇറങ്ങുമ്പോൾ അവർ കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേനും സമയം ഒരുപാട് പിടിച്ച്. അപ്പോൾ എന്തായാലും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ ഈ ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. അഥവാ നിങ്ങൾ ബോംബെയിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ
അതുപോലെ ഇവിടെ ഡോങ്കിരി എന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇത് തങ്ങൾപ്പാപ്പാൻ്റെ അബ്ദുറഹ്മാൻ തങ്ങൾപ്പാപ്പാൻ്റെ യാറട്ടാ. കണ്ടില്ല ആ യാറത്തിൻ്റെ പേരാണ് ദർഗ ഹോട്ടൽ എന്ന്. കണ്ടില്ല, മലയാളത്തിൽ ഇരിക്കണ ദർഗ ഹോട്ടൽ. ഇവിടെ ഈ ഹോട്ടലിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം ഈ ഹോട്ടലിൻ്റെ വൃത്തിയും വെടുപ്പവും എപ്പോഴും ഇവിടെ ഒരു വട്ടം കഴിച്ചവർക്ക് ഞാൻ ഇത് വലിയ വർത്താനം, ഞാനിപ്പോൾ ഇത് വലിയ വർത്താനം പറയല്ല. ഇങ്ങനെ ഇപ്പോൾ ഞാൻ കണ്ടില്ല നിങ്ങൾ ഹോട്ടലിലെ തിരക്കൊക്കെയാണ്. ആശ്രത എല്ലാവരും ഉണ്ട് അവിടെ, കണ്ടില്ലേ. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനാ പറയാനുള്ള കാര്യം എന്താ അറിയോ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവോ അറിയോ, ഞാൻ ഈ ഹോട്ടലിനെ പറ്റി ഇങ്ങനെ വിടാതെ പറഞ്ഞിട്ട് ഹോട്ടലേറി ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് എനിക്ക് അയിമന്തിൽ ഡിസ്കൗണ്ട് ആക്കി തരിക, ആ പരിപാടി ഒന്നും ഇല്ലട്ടാ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ആ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കലും ഇല്ല. അല്ലാതെ ഹോട്ടലിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് ഹോട്ടലിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ ഡിസ്കൗണ്ട് അതൊന്നുമില്ല. ഉള്ളത് ഏത് ഹോട്ടലിലേക്ക് കയറിയാലും അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനത് യൂട്യൂബിൽ പറയും. അല്ലാതെ അവരെ എന്തെങ്കിലും കുറച്ച് കിട്ടാണ് പറയാം. ഞാൻ ഇവിടെ കടയിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പറച്ചിൽ ഞാൻ പറച്ചിലുണ്ട് കേട്ടോ. ഏത് ഹോട്ടലിൽ ഏത് കടയിലേക്ക് ഹോട്ടലല്ല ഏത് കടയിലേക്ക് കയറുമ്പോഴും ഞാൻ അതിൻ്റെ ബില്ലിട്ട് ഞാൻ അവരോട് പറച്ചിലുണ്ട് എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കുറച്ച് തരുന്നത്. അതിൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ യൂട്യൂബിലാണ് മറ്റൊന്നും ഞാൻ തമാസ്ക ആ സമയത്ത് പറയും. അല്ലാതെ എന്തെങ്കിലും കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറെ കച്ചവടത്തിനെ ആയിട്ട് വലുതാക്കി പറയും, ആ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കലില്ല. എല്ലാം നല്ലതാച്ചാൽ ജനങ്ങളോട് പറയും നിങ്ങൾ വന്ന് സാധനം കഴിച്ചോളി. അതിപ്പോൾ ഏത് പറ്റാത്ത ഹോട്ടലാച്ചാൽ മുണ്ടൂല. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല. നല്ല ഹോട്ടലാണ് നമുക്ക് കഴിച്ച ഭക്ഷണം. കാരണം കണ്ണി കണ്ട രോഗങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ഞാൻ നേരെ പോകുന്നുള്ള വഴിക്ക് കൂടെ പോയി നടക്കണ ഒരാളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുക, ഒരാളെ വേദനിപ്പിക്കുക, മറ്റുള്ളവൻ്റെ പണം കുറേ വാങ്ങി തിന്നുക, അത് ഞാൻ ചെയ്യില്ല. എനിക്ക് പറ്റാത്തൊരിടപാടാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും അവർ ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിച്ചിട്ട് ഇനി ഇവിടുന്നാണ്ട് യാത്ര തുടങ്ങുകയാണ്. ആരംഭപ്പൂവായ മുത്ത് റസൂലിൻ്റെ അവിറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. ഞങ്ങൾ ഡോങ്കരിന്ന് നടന്ന് ടാക്സി കിട്ടാനില്ല. എന്താ നിങ്ങളോട് പറയാം, ടാക്സി ആവശ്യത്തിനകത്ത് ഒരൊറ്റ ടാക്സിയും കിട്ടണില്ല. എന്നിട്ട് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുകയല്ലോ ഞങ്ങൾ ഫൗണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ബസ് ഇത് വെറുതെ ഒരു ഇതിന് വേണ്ടി ഷോക്ക് വണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ക്യാൻറ്റീനാണ് സംഭവം. ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ അവിടുന്ന് നടന്നിട്ട് ഇപ്പോൾ ഇവിടെ മുഹമ്മദ് അലി റോഡിൻ്റെ അവിടെ എത്തിക്കണേ. എൻ്റെ യൂട്യൂബിലുള്ള എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ നടന്നോടിയേ കബീർ ഭായ്, കബീർ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബ് കളയരുതിട്ട, പേപ്പർ കളയണ്ട. യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പറയാണ്, ഇതാണ് ഹല്ലും ഹൗസ്. ഇവിടെ ആയിരുന്നു പണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടം. ഇപ്പോൾ ഒരുപാട് കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റി കമ്മീഷണർ ഉണ്ടായിരുന്നു കെർണർ എന്ന് പറഞ്ഞിട്ട്. അയാൾ വന്നിട്ട് ഒരുപാട് JCB വണ്ടിയും ഒരുപാട് ലോറിയും ഒക്കെ പാടെ വന്നിട്ട് എല്ലാ കച്ചവടക്കാരെ തച്ചുകൊണ്ട് പൊളിച്ചിട്ടിട്ട് കംപ്ലീറ്റ് എല്ലാ കച്ചവടക്കാരും വരും നടക്കി ആ ഇല്ല ഇല്ല ഇവിടെ അല്ലേ കർണറിൻ്റെ കുഴപ്പമുണ്ടായിരുന്നേ മുനിസിപ്പാലിറ്റി ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എല്ലാ മലയാളികളും പോയില്ലേ. ഒരുപാട് കേരള ഇങ്ങനെ ഒരു കച്ചവടക്കാർ ഈ പെട്ടിതാ ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായ കാരണം ഇയാൾ രക്ഷപ്പെട്ട്. ബാക്കി എല്ലാവരും ഇവിടുന്ന് തുടച്ച് മാറ്റിക്കണേ. ഇത് അതേമാതിരി ഇതൊക്കെ ലൈസൻസ് ഉള്ളവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ മുത്തുവിൻ്റെ ഇളനീ കട ഉണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് ഇവിടെ മൊത്തം കച്ചവടക്കാർ കംപ്ലീറ്റ് കണ്ട് പൊടിച്ച് പാട്ടി. ഞങ്ങളൊക്കെ രാത്രി കവാട്ടെടുത്തിട്ട് 10 മണി 12 മണി 1 മണി 2 മണി വരെ എടുത്ത് ഓടിയായിരുന്നു പൊന്നാറ മക്കളെ. ഇതൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ്. ഇത് ഹല്ലും ഹൗസ് എന്ന് പറയും. ഇവിടെ ഞങ്ങളെ എൻ്റെ ഒരു സ്നേഹിതണ്ട് മുത്തു. ആ മുത്തു പാവം ഓന് നല്ല പഠിച്ച് നല്ല നിലയിൽ ഓന് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയി മാഷാ അല്ലാഹ്. അതുപോലെ ഇവരും ഗൾഫിൽ പോയി. ഞാൻ മാത്രം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇവർ 50,000 ഉണ്ടാക്കുമ്പോൾ ഞാനും 50,000 ഉണ്ടാക്കുന്നുണ്ട്. അവർ 25,000 ഉണ്ടാക്കുമ്പോൾ ഞാൻ 25,000 ഉണ്ടാക്കുന്നുണ്ട്. അവർ 10,000 ഉണ്ടാക്കുമ്പോൾ ഞാൻ 75,000 ഉണ്ടാക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇതാണ് ഒരാളെ ആശ്ര അതന്നെ. ഇതാ നമ്മളെ മുത്തുവിൻ്റെ ഇളഞ്ഞിക്കാടട്ടാ ഹല്ലും ഹൗസ്. മുത്തു അസ്സലാമു അലൈക്കും. ഞങ്ങളിത് ഇവിടെ വന്നിക്കണേ.
എൻ്റെ കട കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കട എന്താ പൂട്ടിക്കെടുക്കണം, എന്താ സംഭവം? ഇതാണ് നമ്മളെ മുത്തുവിൻ്റെ ഇളനീക്കടാണിത്. ഈ മുത്തുവിന് ഞാൻ പണ്ട് ഇവിടെ തന്നെ ഇളനീന് ഇറക്കി കൊടുത്തിരുന്നത്. എന്നിട്ട് മുത്ത് ഇതിനുള്ളിൽ നിറച്ച് ഇളനീൻ കൂട്ടിയിരുന്നത്. ഞാൻ ഓരോ വണ്ടി ചിരക്കേറ്റ് വരുമ്പോൾ കണ്ടില്ലേ എന്താ സംഭവം? മുത്തുവോ ये मुत्तू भाई का दुकान क्यों बंद हो गया? हाँ क्यों बंद हो गया? मुत्तू भाई है मेरे साथ में, मगर क्या दुकान चलाने के लिए दिया था ना? गाँव गया है क्या? चलो इंशाल्लाह चलो ഓക്കെ ഓക്കെ. മുത്തു അപ്പോൾ എൻ്റെ കടയിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങൾ പോട്ടെ. പിന്നെ എല്ലാവരോടും പറയണ്ട്, ഫൗണ്ടൻ പ്ലാസ് ഹോട്ടൽ കണ്ടിട്ടില്ല എന്ന് പറയണ്ട, റഹ്മാനിയ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല എന്ന് പറയണ്ട. അതൊക്കെ ഈ മുത്തുവിൻ്റെ ഇളനീക്കടതാ. അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ റഹ്മാനിയ റെസ്റ്റോറൻറ്റ്. നല്ല ഭക്ഷണമാണ് ഇവിടെ കിട്ടുക. ഞാൻ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ എൻ്റെ വാപ്പൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയാണ് ഈ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം മേടിക്കൽ. റഹ്മാനിയ റെസ്റ്റോറൻറ്റ് അതുപോലെ ഫൗണ്ടൻ പ്ലാസ് ഹോട്ടൽ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല ഭക്ഷണമാണ്, സൂപ്പർ ഭക്ഷണം. ഇൻഷാല്ലാ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ വെക്കണം. ഇവിടെ പള്ളിയുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ നടന്നുകൂടിയിട്ടാ അങ്ങോട്ട് പതുക്കെ നടന്നുകൂടി. ഞാൻ എൻ്റെ പള്ളി ഇവിടുത്തെ നിസ്കാര പള്ളി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ സുഖമില്ലാതെ മാനസികമായിട്ട് സമനില തെറ്റിയിട്ട് ഞാൻ പറയില്ല, 3ാമത്തെ നിലേൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചാടാൻ പോയ ഈ പള്ളിയാണ് കേട്ടോ. ഇതാ എൻ്റെ അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയാണിത്. അവിടെ നിന്നാണ് ഞാൻ രണ്ട് കാലും പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് ചാടാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ സമനില തെറ്റിയിട്ട് അന്ന് ഈ പള്ളി നേരാക്കിയിട്ടുണ്ടായില്ല. അന്ന് ഈ പള്ളി ഇങ്ങനെ ചെറുതായിട്ട് ആയിരുന്നേ. പക്ഷേ പിന്നെ നേരാക്കിയതിൻ്റെ ശേഷം ഞാൻ സമനില തെറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ റബ്ബാണ് സെറ്റ് അള്ളാൻ്റെ റസൂലിൻ്റെ സത്യം പറഞ്ഞത്. ബുദ്ധി മറിഞ്ഞിട്ട് എനിക്കുണ്ടായ സംഭവമാണ് ഇതൊക്കെ. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ എന്താ നോണ പറയരുത്. പക്ഷെ ഞാൻ കരഞ്ഞ അത്ര നിങ്ങളാരും കരഞ്ഞിട്ടുണ്ടാവില്ല പൊന്നാര മക്കളെ. എൻ്റെ ജീവിതത്തിൽ കടന്നു പോയതൊക്കെ ഞാൻ നിങ്ങളോട് പോയിട്ട് നോണ പറയില്ല എന്ന് പറയില്ല. എനിക്ക് നോണ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഉറപ്പൊക്കെ തരരുത്, എന്നെ കാണാനും വരരുത്. ഞാൻ അരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ് പൊന്നാര മക്കളെ. നിങ്ങൾ ആരും എന്നെ കാണാനോ എനിക്കൊന്നും നിങ്ങൾ വേണ്ടാത്ത കമൻറ്റ് ചെയ്തണ്ട. കാരണം ഞങ്ങളെ പൈസക്ക് വേണ്ടി നടക്കാനല്ല, യൂട്യൂബിൽ നിന്ന് ഇറച്ചും പത്രം കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇതും ആദ്യം ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണ്? റഹ്മാനിയ ഹോട്ടലാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ നാഷണൽ ഇവിടെ പണാസോണിക്കിൻ്റെ എൻ്റെ അപ്പാനെ സഹായിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. എന്താ മൂപ്പര പേര്? ഇത് പണാസോണിക്കിൻ്റെ കട. മൂപ്പരാറിൻ്റെ ഇവിടുന്നാണ് എൻ്റെ അപ്പ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന വണ്ടി. ഇവിടുത്തെ ഈ മുതലാളിയാണ് എൻ്റെ അപ്പാനെ ഇപ്പം ആദ്യമായിട്ട് ഇവിടുന്ന് വണ്ടിയിട്ട് നാട്ടിലേക്ക് പോയതാണ്. ഓക്കെ, ഇവിടുന്നല്ല ട്രെയിനിൽ കയറ്റിയിട്ട്. അതുപോലെ ഇവിടെ നമ്മളെ കേരളക്കാരത്തെ മലയാളം മനോരമ പത്രങ്ങളും മനോരമ മംഗളം ഇതൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് തന്നെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ്. ഇൻഷാല്ലാ ഇതൊക്കെ പറയാൻ നിന്നാൽ. അതുപോലെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു മലയാളീസിൻ്റെ. ആ ഹോട്ടൽ അതുപോലെ മാംകോയാണ് ഇവിടുത്തെ മാംകോയുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കൂടുതൽ പാട്ട് പാടാൻ നിന്നാൽ അപ്പോൾ അവരിപ്പോൾ എവിടേക്കാണ് പോയി അള്ളാഹ്ക്ക് അറിയാം. പടച്ച റബ്ബേ, ഞാൻ കട്ടാക്കട്ടെ. ഇത് പണ്ട് ബീരങ്കിനെ എഴുതി കൊടുത്തപ്പോൾ തോക്ക പാസ്സാക്കി എന്ന് പറഞ്ഞ പോലെ അവരിപ്പോൾ എവിടേക്കാണ് പാസ്സായതാണാവും. ഇതൊക്കെ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാലാണ് എൻ്റെ പാടെ ഇളഞ്ഞിക്കാടിയും പേടിക്കാറിട്ടാ. ഇതൊക്കെ എന്തിനാരോ നമ്മളെ യൂട്യൂബിൽ എനിക്ക് വെളിയങ്കോട്ടുകാരും പൊന്നാനിക്കാരും കൊല്ലം പഠിക്കലും പല സ്ഥലത്തുള്ള എൻ്റെ ഒരുപാട് എൻ്റെ കമ്പനിക്കാരുണ്ട്. അപ്പോൾ അവർ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം അവരൊക്കെ കണ്ട് പോയ സ്ഥലങ്ങളാണ്. ഒരുപാട് റോട്ടുമ്പോൾ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഞാൻ മാത്രമല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മാത്രമാണ് ഈ നരകത്തിൽ കഴിഞ്ഞതെന്ന്. ഒരുപാട് ഞാനല്ലേ ഇവിടെ കാണി. ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ജീവിത പൊന്നാര മക്കൾ. നിങ്ങൾ എന്തപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ നമ്മളെ വെളിയങ്കോടുള്ള അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ കട ആദ്യം ഉമ്മർക്കാർക്ക് ഒരു ഇളനീക്കട ഉണ്ടായിരുന്നു. ആ ഉമ്മർക്കാട് ഇളനീക്കടയായിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ ആ ഉമ്മർക്കാൻ്റെ കടയിൽ പണിക്കുന്നതിന് ലാസ്റ്റ് ഇവിടെ ആയിരുന്നു വെളിയങ്കോടുള്ള അച്ഛനെ. ഓൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഞാൻ വീഡിയോസ് എടുക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി. ബോംബെൻ്റെ ഇത് PM റോഡാണ്. എൻ്റെ അപ്പാൻ്റെ ഇളനീക്കട അവിടെയാണ്. ഈ റോഡ് ബ്ലോക്കായ കാരണം എൻ്റെ അപ്പാൻ്റെ ഇളനീക്കടയും വീടിക്കടയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അത് തുറന്നിട്ടാ നോക്കണേ മക്കളെ. എൻ്റെ വെല്ലിപ്പാക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടാ. വെല്ലിപ്പാണ്ട് ഒരാൾ ആ റോഡൊക്കെ തുറന്നിക്കണമെന്ന് പറയട്ടാ. ഇപ്പം നമ്മളവിടേക്ക് ബസ്സും വാഹനങ്ങളൊക്കെ പോക്ക് തുടങ്ങി പണ്ട് വരട്ടെ. മർസുബാനെ റഹന എന്നെ എല്ലാം കുട്ടികളോടും പറയണേ, ഇതാ റോഡ് പോക്ക് തുടങ്ങിയ ബസ്സൊക്കെ അങ്ങോട്ടേക്ക് പോകണട്ടാ. വെല്ലിപ്പ ഈ വീഡിയോ കണ്ടോട്ടെ കേട്ടാ. വെല്ലിപ്പാനോട്ട് പറഞ്ഞാളെ ഇത് PM റോഡാണെന്ന് പറയട്ടാ. അതുപോലെ ഇത് അച്ഛൻ്റെ ഇളനീക്കട ഇവിടെ ഉണ്ടായിരുന്നു. വെല്ലിപ്പാക്ക് കാര്യം അതൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. റിസ്ബാനെ എൻ്റെ മക്കളോടൊക്കെ പറയണ്ടേ. വെല്ലിപ്പ വയസ്സായിട്ട് ഇപ്പോൾ പാവം ഇതൊക്കെ വടാപ്പാവിൻ്റെ ഇതിൻ്റെതാണ്. അപ്പോൾ അവിടെ അമ്പലം അവിടെ
അതൊക്കെ വല്യപ്പൊക്കെ കാണിച്ചു കൊടുക്ക്. ഇത് PM റോഡാണെന്ന് പറയട്ടാ. പാവം എൻ്റെ അപ്പ 1961 വന്നിട്ട് ഒരുപാട് അടിയും കുത്തും ചവിട്ടി കൂടെ ചോര വന്നിട്ടും ഹോട്ടൽ പണിക്ക് നിന്നിട്ട് കൈ ചീഞ്ഞിട്ട് ഒരു വാപ്പ മകനോട് എല്ലാ സങ്കടം പറയുമ്പോൾ നിങ്ങൾ പൊന്നാറ മക്കളെ നിങ്ങളോട് ഞാൻ പറയണ്ടേ, നിങ്ങളെ തന്തരും തള്ളനും വേദനിപ്പിക്കരുത് കേട്ടാ. പടച്ച റബ്ബാണ് സത്യം. കാരണം ഞാൻ എൻ്റെ വാപ്പൻ്റെ ചെറുപ്പം മുതൽ കൂടുതലും എൻ്റെ വാപ്പനോട് ഒരുപാട് ജീവിതചരിത്രങ്ങൾ മകനോട് പറഞ്ഞു തരിക. എന്നിട്ട് ഞാൻ എൻ്റെ തന്തരും തള്ളനും നോക്കിയിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും നോക്കണം. 10 ജന്മം ചോദിക്കണം. എൻ്റെ ഭാര്യയും കുട്ടികളെയും നോക്കണം എന്നുണ്ടെങ്കിലേ എൻ്റെ തളയും തന്തരെയും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണുങ്ങളൊന്നും ഞാൻ നോക്കൂല. ഓൾക്ക് പോകണമെങ്കിൽ ഓളോടാണ്ട് കൊണ്ടാക്കി കൊടുത്ത് ഓൾക്ക് ചിലവുള്ള പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാൻ ഓളിൻ്റെ പെണ്ണുങ്ങളോടും വേണ്ടിയിട്ടുണ്ട് എൻ്റെ അമ്മനെ വേദനിപ്പിക്കരുതിട്ടാന്ന്. കാരണം എൻ്റെ അമ്മക്ക് 8 മക്കളുണ്ട്. ഒരൊറ്റൊന്നും നോക്കാനില്ല ഇപ്പോൾ അവിടെ. ഒരു അനിയൻ്റെ പെണ്ണുങ്ങളുണ്ട്. ഓള് നോക്കുന്നുണ്ട്. കാരണം ഓള് ജോലിക്ക് പോവുകയാണ്. വേറെ ആരും എൻ്റെ അമ്മമാരെ തീട്ടം കാട്ടും പാപ്പാൻ്റെ തീട്ടം കാട്ടും മൂത്രം വൃത്തിയാക്കുക ഒരാളില്ല പൊന്നാറ മക്കളെ. കുറേ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? ഏത് മക്കളാണ് സ്വർഗം കാണുക? എൻ്റെ കാര്യം തന്നെ പറയുകയാണ്. ഇപ്പോൾ സമനില തെറ്റി നോക്കാം. എൻ്റെ ദേഹത്തേക്ക് ഒരു സാധനം അങ്ങോട്ട് കടന്നു വരും. ആ കടന്നു വരുമ്പോൾ ഞാനങ്ങോട്ട് പറച്ചിലാ. അവിടെ ഞാൻ എൻ്റെ വാപ്പയും ഇമ്മയും ഞാൻ നോക്കലില്ല. ഇപ്പോൾ സമനില തെറ്റി നോക്കാണ്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് തന്തനും തള്ളിനും വേദനിപ്പിക്കണ്ട. ഇപ്പോൾ ഫോൺ കോൾ വരുന്നുണ്ട്. സാല്ല തള്ളനും തള്ളിനും വേദനിപ്പിക്കണ്ട. ഈ ഭൂമിയിൽ സ്വർഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിരക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവരോടും പറയാണ്ട് മാതാപിതാക്കളെ നോക്കിക്കോളൂ. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ റസീദ് ഭായിൻ്റെ കച്ചവടമാണ്. ഇപ്പം രണ്ടാളും കൂടിയാണ് കൊണ്ടെടുക്കണേ. നമ്മൾ പരിചയപ്പെടാം. പ്രസാദ് ഭായ്, എന്താ എൻ്റെ അളിയാ ബീരാൻ സുഖമല്ലാണെങ്കിൽ നല്ല കുട്ടിയാണ്. എപ്പോൾ കണ്ടാലും ചായ പറയും. ഇന്നത്തെ ഇക്കള ചായ ഇവിടെ റെഡി. എന്തായാലും റസീദ് ഭായ് അസ്സലാമു അലൈക്കും. ഞങ്ങളിങ്ങനെ എൻ്റെ ലൈസൻസിൻ്റെ വാടക അടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ യാസറുണ്ട്, ഇതാ നമ്മളെ അളിയുണ്ട്, മറവത അതാ രണ്ടാമത്തെ മാണിക്കക്കല്ല്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞങ്ങളെ ലൈസൻസിൻ്റെ വാടക ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി വന്നതാ. ഓക്കെ ഇൻഷാ അല്ലാ ഇവിടെ കൊണ്ട് വെക്കാണ്. ഇത് എത്രാം തീയതി അളിയാ? 23 22-ാം തീയതി ഇവിടെ എത്തി. 23/7/2025. ഞാൻ എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരെ കൂടെ വന്നുകൊണ്ടാക്കാണ്. ഇല്ല അളിയാ എന്റെ പണി ഒഴിവാക്കിയിട്ടാണ് പാവം ഞങ്ങളെ കൂടെ വന്നത്. എല്ലാ ബോംബെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ഒന്ന് വരേണ്ടതാ വരാത്തത്. എന്റെ ഹൃദയം എന്താ പാട്? പൈസ തരാം, 500 രൂപ 1000 രൂപ കൂട്ടി തരാം. എന്റെ ഹൃദയം എന്താ പാട്? 500 രൂപ കൂട്ടി തന്നില്ല. ഹൃദയം നമുക്ക് പൊളിച്ചാൽ പറ്റൂല. ഇങ്ങോട്ട് പുറത്തേക്ക് കാണാനൊക്കെ ഡബിൾ പതിങ്ങാണ് ഉള്ളിയുള്ളത്. കഴിയും. 2000 രൂപ വേറെ തരട്ടെ, ആരോടും പറയരുതിട്ട്. അടുക്കെന്തെങ്കിലും പറയണ്ട, എന്റെ ഹൃദയത്തിനെ പറ്റി എന്തെങ്കിലും പറയണ്ട. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ. ഓക്കെ, ഇത് ലൈബ്രറി എന്താണ് പറയാനും കിട്ടുന്നില്ല. ലൈബ്രറി എന്താ ഇതിന് പറയാ? ലൈബ്രറി. ആ നിങ്ങളൊക്കെ അകത്തും പഠിച്ച് മൂത്താപ്പ പുറത്തും പഠിച്ച്. വെരി ഇംഗ്ലാംസിൻ്റെ ഈ മക്കളൊക്കെ ഈ കുട്ടികളൊക്കെ എന്നെ മൂത്താപ്പ എന്ന് വിളിക്കുക. കാരണം ചെറുപ്പം മുതൽ മക്കളൊക്കെ യാസറും കബീറൊക്കെ ഇവിടെ കൊടുത്തിട്ടേ അങ്ങനെ മക്കളൊക്കെ മൂത്താപ്പൻ്റെ കുട്ടികൾ അങ്ങനെ. ഇതിൻ്റെ തെങ്ങാട്ടാ, ഇവിടെ ഒരു 5-6 തെങ്ങുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം പറ്റും കേട്ടോ. ആ റോഡ് മുറിഞ്ഞെടുക്കട്ടെ. ഇതാണ് ഇത് ഫോർട്ട് ഏരിയ കേട്ടോ. ഫോർട്ട് ഏരിയ അടക്കഞ്ഞ് റോഡ് മുറിഞ്ഞെടുക്കട്ടെ. കുട്ടികളെ പിടിക്ക്. വേഗം വരി. ആ വരുന്ന വണ്ടി എടാ അവിടെ വെഴുക്കൂട്ടാ, ചാടി കളിക്കരുതിട്ടാ. അവിടെ നാളെ ഓരോ ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് കയറിക്കാണേ. മുണ്ടിട്ട് വീഡിയോ എടുക്കുമ്പം മറുവേ തലമൊക്കെ മുണ്ടിട്ടാണ് നിങ്ങൾ നല്ല കുട്ടികളായിട്ട്. കാറ്റിന് തലമു തട്ട പറക്കണം. പിന്നെ എന്താ ചെയ്യുക? ആൾക്കാർ പറയും എന്തായാലും പെട്ടെന്ന് മുണ്ടിടാത്തതെന്ന്. മുണ്ടില്ല, ഈ കാറ്റാണ് ഇവിടെ കാണി. ആ കാറ്റിന് പെട്ടെന്ന് തലമൊന്ന് വീഴണം. എന്താണ് എനിക്ക് പറയാനുള്ളത്? നല്ല കാറ്റാണ്. തലമൊന്ന് മുണ്ട് കഴിയുമ്പോൾ അഭ്യരെന്താ പറഞ്ഞാറിയോ? ഇവറ്റങ്ങളൊന്നും തലമ തട്ടണില്ല. പൊന്നാറ മക്കളങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, പാവങ്ങളാണ്. എടുക്കണ ഇനി ഫോട്ടോ എടുക്കല്ലേ? ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യാസറിൻ്റെ കടറോടക്ക് പോയിട്ടാ. ഇത് ഒരു പാർക്കാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉമ്മർഖാൻ്റെ കടറോടക്ക് പോകും. പിന്നെ ഇതിനപ്പുറത്താണ് നമ്മളെ റിസർവ് ബാങ്ക് ഉണ്ടല്ലേ, ആ വലിയ ബിൽഡിംഗ് ഏതാ കാണുന്നത് തലപ്പത്ത്.
അത് ബാങ്കാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. നിങ്ങൾ പോര്, ഇവരെ വന്നപ്പോൾ ഇവരെ സ്വീകരിക്കാനപ്പോൾ ഇവർക്ക് കൊടുത്ത സ്നേഹം തിരിച്ച് ഞങ്ങൾക്കും കാണിക്കൂട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടാനും. ആ വായോ വായോ, രണ്ടാളെ കൈ പിടിച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് വായോ, വർത്താനം പറയും. എന്താ സുഖമല്ലൊക്കെ ചോദിച്ചു നോക്കി. ആ ആ ആ എടുത്തോളി. എന്താ ശ്ലോകസുന്ദരി. അപ്പം ഇനി ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. കണ്ടമാനം വീഡിയോസ് ആകുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പ് പിടിക്കും. റെഡി 1 2 3. ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല, ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. ഞാൻ പള്ളിയിൽ തക്ബീർ മുഴങ്ങി തുടങ്ങിയല്ലോ, റൂഹ് പിരിഞ്ഞതും ആ ദിവസമായല്ലോ. നിസ്കാരപ്പായ നനഞ്ഞി കുതിർന്നല്ലോ, വിവരാതെ കുമ്പേട്ട് കണ്ണേ നിറഞ്ഞല്ലോ. പള്ളിയിൽ തക്ബീർ മുഴങ്ങി തുടങ്ങിയല്ലോ, റൂഹ് പിരിഞ്ഞതും ആ ദിവസമായല്ലോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയണേ, ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഈ ബോംബെയിൽ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട് പണ്ടത്തെ കാലത്ത്. അവർ ഈ സ്ഥലം കണ്ടാൽ അവർ തീർച്ചയായും ലൈക്ക് അടിക്കും. മാനുവോ ഞാൻ കണ്ട സ്ഥലമാണ്, മാനുവോ ഈ വീഡിയോ എടുത്തു വിട്ടെന്ന് നന്നായി എന്ന് പറയും. കാരണം പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്കാർക്കും കുളിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ ഇതിലാണ് ഇവിടെ വെള്ളം നിറച്ചൽ. ഇവിടെ വെള്ളം നിറച്ചിട്ട് ഇതിൽ നിന്നാണ് എല്ലാവരും മുക്കി കുളിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്. രാത്രി എല്ലാ ആൾക്കാരും വന്നിട്ട് ഇവിടെ കുളിച്ചിരുന്ന സ്ഥലമാണിത്. ഇത് ഫൗണ്ടനിൽ സർക്കിൾ എന്ന് പറയും. ഇവിടെയാണ് നമ്മളെ ഉമ്മർക്കാൻ്റെ ഇളനീക്കടക്ക് പോണ വഴിയാണിത്. ഇത് അറിയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ ഈ സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും കുളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി കുറേ ആൾക്കാർ വരാണ്ട്, അവർക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ തോട്ടമാണ്. ഇവിടെയും എനിക്ക് 2-4 തെങ്ങുണ്ട്. ഞാൻ പറിച്ചില്ല, പറിക്കാൻ സമയം കിട്ടിയില്ല. കാരണം തെങ്ങ് അവിടെ പോയിക്കോളെ, അതിനുള്ളിൽ കടന്നോളെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കൂല കേട്ടോ. നിങ്ങളോട് പറയില്ല, നിങ്ങൾ സബ്സ്ക്രൈബ്, നിങ്ങൾ 1500 ഒരു മോഹറത്തിൻ്റെ ഷിയാക്കളെ വീഡിയോ വിട്ടപ്പോൾ 1500 1600 സബ്സ്ക്രൈബ് കയറി ഒരൊറ്റ ദിവസം കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1600 സബ്സ്ക്രൈബ്. കുറച്ചോനെ ഞാൻ ആകെ റബ്ബിനെ കണ്ടുമുട്ടിയ പോലെ ഉണ്ട്. കാരണം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരൊറ്റ ദിവസം കൊണ്ട് 1600 സബ്സ്ക്രൈബ് കിട്ടിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് 1600 സബ്സ്ക്രൈബ് കിട്ടി ആ മോഹറത്തിൻ്റെ അന്ന്. അതിൻ്റെ ശേഷം റംസാൻ മാസത്തിൽ ഒരു പണിക്കാരൻ കുട്ടിക്ക് ഞാനൊരു നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അന്ന് 2 ലക്ഷം ആൾക്കാർ കണ്ട്. ആ കമൻറ്റിൽ ആ വീഡിയോ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ബോംബെ മാനു എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അതിൽ നിങ്ങൾ നോക്കി എത്രയോ ലക്ഷം, 2 ലക്ഷം ആൾക്കാർ കണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പുണ്യ റംസാൻ മാസത്തിൽ അള്ളാഹു തന്ന സബ്സ്ക്രൈബാണായി. കാരണം ഞാൻ സത്യം പറയുമ്പോൾ അപ്പൊക്കെ അതിൻ്റെ പ്രതിഫലം കാണിക്കുന്നുണ്ട്. ഞാൻ ഇല്ലാത്തതല്ല അങ്ങോട്ട് കണ്ട്. ഇതൊക്കെ ഞാൻ വരണാണ്ട് മുന്നൊക്കെ പണ്ടുണ്ടല്ലോ ഉണങ്ങി കടിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആകെ കാടും പൊന്തം കെട്ടിയിരുന്ന സ്ഥലം. ഞാൻ ഓരോ സ്ഥലത്തേക്കും കാല് പതിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ ഇറക്കി വെക്കും. കാരണം എന്താണ്, നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതാ ഇറക്കി വന്ന് കണ്ടതാ പോയിക്കൊള്ളിട്ടാ അല്ലയാ. ഇതിൻ്റെ തെങ്ങാണ്. ഇതങ്ങോട്ടാണ് ഈ തെങ്ങ് നിൽക്കണേ. നമ്മൾ 4 ചെക്കണ ആൾക്കാരെ അവിടെ ഇരിക്കണേ. കണ്ടില്ല നിങ്ങൾ ഇല്ലേ? കാണാൻ ഞങ്ങൾക്ക് ഇതാ ഞാൻ കാണിച്ചു തരും. ഇത് ആൾക്കാർ നിൽക്കണേ കാണില്ല? ആ ആൾക്കാരെ തലിൻ്റെ മീതാണ് ആ തെങ്ങ് നിൽക്കണേ, ചെരിഞ്ഞിട്ട്. ഇതാണ് ഞാൻ നിങ്ങളെപ്പോലത്തെ കുറേ നല്ല മനുഷ്യന്മാരുണ്ട്. അസ്രായിൽ അലി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞോട്ട് പോലെ കുഴപ്പമുണ്ടോ? അസ്രായിൽ അലി ഇസ്ലാമിന് എന്താ പറയുക, ഓരോ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കണ പണിയാണ്. പക്ഷേ അസ്രായിൽ അലി ഇസ്ലാം ഓരോ മനുഷ്യനെ പിടിക്കണാണ്ട് മുന്നേ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം നല്ല മനുഷ്യന്മാരെ റൂഹ് കൊണ്ടുപോകാണ്ട് മുന്നേ നമ്മൾ എന്താണ് അറിയുന്ന ആൾക്കാർ അതിന് അള്ളാഹിനും റസൂലിനും വിചാരിച്ചിട്ട് പടച്ചോനെ വിചാരിച്ചിട്ട് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി രാവിലെ ഓനെ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ആ ജോലി ചെയ്യുക. അവിടെ നിന്ന് വീണ കുഴപ്പമില്ല. അസ്രായിൽ റൂഹിനെ പിടിക്കാണ്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈമ ഓരോ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കണം. നമ്മൾ തന്നെ പോയിട്ട് ആദ്യം ഈമ പോയിട്ട് കയറിയിട്ട് പടച്ചോന് കാക്കട്ടെ. അപ്പോൾ ഈ കണ്ട നല്ല മനുഷ്യന്മാരാണ്, ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനുഷ്യന്മാരാണ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇരിക്കുമ്പോൾ
നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ മുന്നിൽ തേങ്ങ ഉണങ്ങിയിരിക്കുന്ന തേങ്ങ എന്നുള്ളത്. നിങ്ങൾ നിരപരാധിയാണ്. നിങ്ങൾ കേരളക്കാരനാകുമ്പോൾ നിങ്ങൾ അറിയും. കുറച്ച് ആ തെങ്ങിൻ്റെ ചുട്ടിൽ നിന്ന് മാറിക്കും. ഈ പാവങ്ങളിപ്പോൾ അത് നോക്കി നടക്കുകയല്ല. കണ്ണി കണ്ട രാജ്യത്ത് നിന്ന് വരുന്ന പ്രവാസികളാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള? ഞാൻ പറഞ്ഞതിലൂടെ തെറ്റുണ്ടോ? അങ്ങനെ ഞാൻ അനവധി ആൾക്കാരെ ജീവൻ ഞാൻ രക്ഷിക്കണ ഒരാളാണ്. പോലീസ് ഓഫീസർമാർ, ഇവിടുത്തെ മന്ത്രിമാരെ, അതുപോലെ ക്രൈം ബ്രാഞ്ചിലെ, അതുപോലെ പട്ടാളക്കാർ, അനവധി ആൾക്കാരെ ഇന്നൊന്നല്ല ഒരുപാട് കൊല്ലമായിട്ട് എനിക്കൊരു കോൾ ചെയ്യാം. എൻ്റെ വണ്ടിമേ എമർജൻസി കോൾ നിങ്ങൾ കണ്ടില്ലേ? ആ എമർജൻസി കോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേഗം വിളിച്ചാൽ ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ എന്താ ചിന്തിക്കണമെന്ന് അറിയോ? പഠിച്ചോ, നിങ്ങളെപ്പോലത്തെ നല്ല മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. അവർക്ക് അള്ളാഹു ഒരുപാട് കാലം ജീവിക്കാൻ ആരോഗ്യം കൊടുക്കട്ടെ, ആഫിയത്തും കൊടുക്കട്ടെ എന്നുള്ള നെയ്യതാണ്. പക്ഷേ എൻ്റെ റൂഹിനെ പിടിച്ചാലും കുഴപ്പമില്ല. കാരണം അഥവാ നിങ്ങൾ റൂഹിനെ പിടിച്ചാൽ അള്ളാഹ് ചോദിക്കുന്നത് എന്താ അറിയോ? എടാ അനക്ക് ഞാൻ അങ്ങനെ ഒരു കയറ്റം പഠിച്ചിട്ട് ഇജ്ജ് കുറച്ച് പൈസ കയ്യിൽ കൊണ്ട് വന്നപ്പോൾ തന്നെ ഇജ്ജ് അതിൻ്റെ പിന്നാലെ നടന്നില്ല എന്ന് ചോദിക്കും. അനക്കൊരു ഇജ്ജ് ഒന്നുമില്ലാതെ വന്ന ഒരാളല്ലടാ. അല്ലടാ പറയടാന്ന് ചോദിക്കും അള്ളാഹ് എവിടെ ഞാൻ മരിച്ചാൽ. ഇപ്പം ഞാൻ അനക്കൊരു 10 ഉറുപ്പ്യ തന്നപ്പോൾ തന്നെ ഇജ്ജ് ഇന്നയും മറന്ന് ഇജ്ജ് വലിയൊരു മുതലാളിയായി മാറി. എടാ ഇതിന് അങ്ങനെ പടച്ചവനെ ഒന്നിൽ നിന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ജോലി നമ്മൾ എത്ര വലിയ പൈസ ഉണ്ടാക്കിയാലും ശരി, നിങ്ങൾ എവിടെ നിന്ന് വന്ന് ആ പണിയുമായിട്ട് മുന്നോട്ട് പോവുക. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരാളും പൈസ കക്കും വേണ്ട പിടിക്കും വേണ്ട. ഇപ്പം ഞാൻ കുറച്ച് നീണ്ടു പോകും, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളിപ്പോൾ മാനു ഞാൻ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ റൂം ശരിയാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളറിയാതെ ഒരു 500 1000 ഉറുപ്പ്യ അവരോട് പറയണ ഒരു 1000 ഉറുപ്പ്യ മാറ്റി വെച്ചാൽ 2 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് 2000 ഉറുപ്പ്യ കിട്ടും. ആ പൈസ തിന്നണതാണ് ശരി നിങ്ങൾ പറയും. കാരണം ഇപ്പം ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം കന്നി കണ്ടത് പറച്ചോനെ ഇതിന് മെൽത്തിൻ്റെ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് തരേണ്ടത്. എന്തിനാണ് നിങ്ങളെ പൈസ ഞാൻ സ്വപ്നം കാണുന്നത്? അല്ല നിങ്ങൾക്ക് തീരെ ഒന്നും തരാത്ത പോലെ ഉണ്ടല്ലോ. നിങ്ങൾ കൈ നീട്ടിയാൽ അള്ളാഹു ആ പ്രതിഫലം സെക്കൻഡ് പ്രതിഫലം അള്ളാഹു റഹ്മത്ത് തരണം. അല്ലാതെ കുറേ കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ദുആക്ക് ഫലം കിട്ടിയ വല്ല കാര്യമുണ്ടോ? അതിന് എന്താ ചെയ്യേണ്ട ആളെ നിങ്ങൾ പറഞ്ഞു? നമ്മളെ മനസ്സ് നന്നാക്കി വെക്കുക അല്ലേ? ഇൻഷാ അല്ലാഹ് മനസ്സിൽ ക്ലിയറാക്കുക. ഞാൻ സത്യമാണ് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങളെ അഹങ്കരിക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ ഇപ്പോൾ ഈ മൂപ്പയൊക്കെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലായി. ഞാൻ ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. യാതൊരു വേദന ഉണ്ടായിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുള്ള കാരണമാണ് ഇപ്പൊ ഇവിടെ നടന്ന് കാണാൻ പറ്റിയത്. പിന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ക്രൈം ബ്രാഞ്ചിന് മിലിറ്ററി ക്യാമ്പിലൊക്കെ നിങ്ങൾ പിടിപാടുള്ളത് കൊണ്ട് നമുക്കൊക്കെ അവിടെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്കൊക്കെ പറ്റുമോ? അത് കേട്ടാ മതി. മാഷാ അല്ലാഹ്. കാരണം എന്താ അറിയോ? ഇപ്പോൾ വലിയ പല സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ക്യാമറ എടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം ഈ ലൈബ്രറി ആണ് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഫോട്ടോ നമ്മൾക്ക് എടുക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടില്ലേ ആ പട്ടാളക്കാരൻ്റെ അവിടെ പോയിട്ട് നിങ്ങളെ പെണ്ണുങ്ങളല്ലേ ഫോട്ടോ എടുത്ത്? അപ്പോൾ ഞാൻ മൊബൈൽ പറഞ്ഞ് എടുക്കാം. അവിടെ ആര് ഫോട്ടോ എടുത്ത്? നിങ്ങളെ വൈഫ്. അപ്പോൾ നോക്കുകയാണെ ആ വൈഫ് ഫോട്ടോ എടുത്തപ്പോൾ അതിന് അവിടെ പാടില്ലായിരുന്നു. നേരെ മറ്റേ ആണുങ്ങളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ മൊബൈൽ വാങ്ങിയേക്കും. അങ്ങനെ പല സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റാത്തടത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല. അതാണ് ഇപ്പം മുഴുവൻ പറഞ്ഞില്ല, പലയിടത്തുള്ള ബന്ധങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കാണുന്ന വെറുപ്പൊന്നും അറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മതി, അത് കേട്ടാൽ മതി. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ. എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. ഇതാണ് ഇതൊക്കെ. ഇതുപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാണ്ട്. ഇവർക്ക് നേരമില്ല. ഇവർ പോലും 24 മണിക്കൂറിനുള്ളിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയാം? നിങ്ങൾ എൻ്റെ ആലയം ഇവരൊക്കെ ഞാൻ പല സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചിരുന്നു. ഈ ആലയ കുപ്പി പിടിക്കും. ഇവർക്ക് അതുപോലെ ശിവാജി പാർക്ക്, അങ്ങനെ റാണി പാർക്ക്, ആജല്, ഇവർക്കൊന്നും ഇവർക്ക് പോകാനുള്ള സമയമില്ല. എന്താ നിങ്ങളോട് പറയാ? ഇവർ അങ്ങനെയൊക്കെ വരാൻ നിൽക്കണം. ഇവർക്ക് ലൈസൻസ് ശരിയാക്കും വേണോ? ഇപ്പോൾ ലൈസൻസിന് വേണ്ടി യാസർ അവിടെ പോയിക്കാണ്. യാസറാണ് ഞാൻ ഒന്ന് ഒപ്പിട്ട് വരാമെന്ന്. ഇപ്പോൾ അവിടെ കുന്ത ഒപ്പിട്ട് ശരി. അപ്പോൾ അവർ എത്ര 2-4 മണിക്കൂർ ഇരിക്കണം എന്ന്. പിന്നെ എങ്ങനെയാണ് ഇപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ ഇതിൽ കറങ്ങിക്കൂടി, നിങ്ങൾ വേറെ ലോങ്ങൊന്നും പോവില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഇപ്പം ഇതിനൊക്കെ പറയാം? ഒന്നിരിക്കൽ കറങ്ങാൻ വരുമ്പോൾ അതിനായിട്ട് വരിക. എന്താണ് നിങ്ങൾക്ക് വരാൻ പറയണത്? ആ അതാണ്. ഈ പെണ്ണുങ്ങളെയും കുട്ടികളായിട്ട് വരിക. നിങ്ങൾ വേറൊരു കാര്യം സ്വപ്നം കണ്ടുവരിക. ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഓക്കെ. അപ്പോൾ 22/7/2025 സമയം 2 മണി ഉണ്ടാവും. 1 മണിയായ അല്ലേ വരുന്നത്. ഇവിടെ കൂടി കട്ടാക്കട്ടെ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. യൂട്യൂബ് നല്ല മനുഷ്യന്മാരട്ടോ. 8,800 സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയണ്ടേ? ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ നടന്നിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കുകയാണ്. ക്ഷീണിതനായി. എന്താണ് നമുക്ക് പലയിടത്തും പോകാൻ പറ്റാത്തതിന്റെ കാരണം? ഇന്നിപ്പോ മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോ പനിയനും വന്നിട്ടില്ലല്ലോ, ആ സമയം എടുക്കും. അപ്പോൾ നമുക്ക് കറക്കൊക്കെ കുറച്ച് കുറയും. മനുപാനെ കണ്ടിട്ട് ഒരുപാട് സ്ഥലം കറങ്ങണമെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ ഇപ്പം പറ്റൂല. ഇനി അടുത്തൊരു വരവുണ്ട്, മൊത്തം ബോംബെ കറങ്ങാനുള്ളത്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി നമ്മുടെ പേപ്പർ വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തുള്ള കാടെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയിൽ ഒന്ന് അങ്ങോട്ട് പോകണം.
ഊഞ്ഞാലാടിയാണ് മറ്റേ ഓരോരുത്തർ ഊഞ്ഞാലാടുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഇച്ചിട്ട് അങ്ങോട്ട് അതാ കുട്ടികളത് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട് കാണി. കുട്ടികൾ മൊത്തം ഇരുന്ന് ഊഞ്ഞാലാടുണ്ട്. അപ്പൊ ഈ ഗാർഡനിൽ ഞങ്ങൾ കയറി കുത്തിരിക്കുകയാണ് ഈ പാർക്കിൽ. അപ്പൊ ഇവർക്ക് ശിവാജി പാർക്ക്, റാണി ബാഗ്, അതുപോലെ ആജല്, അതുപോലെ ഒരുപാട് സ്ഥലം കാണിക്കാണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ജയിലിൽ പെട്ട പോലത്തെ അവസ്ഥയായി. ഇനി ഞാൻ പറഞ്ഞെന്താ അറിയോ, എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ആ കാര്യത്തിനായിട്ട് വരിക, അല്ലെങ്കിൽ കറങ്ങാനായിട്ട് വരിക, ഏതെങ്കിലും ഒന്നിന് നെയ്യത്തിച്ച് വരിക. അല്ലെങ്കിൽ ഈ അളിയൻ പാവം ആദ്യമായിട്ട് ബോംബെ കാണാൻ വന്നതാ. അപ്പൊ ആ പാവത്തിന് എവിടെയും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ ഹൃദയഭാഗം കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബോംബെന്റെ ഹൃദയഭാഗം കണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇതെന്താ പറഞ്ഞല്ലോ, നമ്മളൊരു കുളിച്ചിട്ടൊരു കുളം ഉണ്ടല്ലോ, അതെ അവിടെ അതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു. അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള കുറെ ആൾക്കാരാണ് റോട്ടുമേ. പിന്നെ ഉമ്മർക്കൊക്കെ എത്ര പ്രയാസപ്പെട്ടിരിക്കണേ അല്ലേ? ഉമ്മർഖാന്റെ കട ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം. അതൊന്ന് കാണിക്കാം. ഉമ്മർഖാന്റെ കട, യാവുഖാന്റെ സ്ഥാപനം ഒക്കെ റോട്ടുമേ. ഞാൻ പൊന്നാര മക്കളെ, ഞാൻ കബീർ ഭായ് സത്യം പറയും, ഞാൻ അങ്ങനെ നോണ പറഞ്ഞിട്ട് ബോംബെ കൊടുത്ത എല്ലാരും വന്ന് കണ്ടോളേ. അതല്ല നമ്മളെ ചെറുപ്പം പണ്ടത്തെ ജീവിതങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ബോംബെത്തെ ജീവിതം അങ്ങനെയല്ലേ? അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇനി ഒരുപാട് വീഡിയോസുകൾ ചരിത്രങ്ങളുമായി കഴിഞ്ഞാത്തൊന്നും പറഞ്ഞിട്ട് ഞാൻ വിടൂലട്ടാ. ഞാൻ എന്റെ വീഡിയോ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവരൊക്കെ ഗൾഫിൽ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെബേരിന്റെ അടുത്തേക്ക് വരുമോ, എന്റെ മറവഞ്ചേരിക്കാർ വരുമോ? എനിക്ക് ഞങ്ങളെ KK കുടുംബം കരിയങ്ങാട്ട് കാവില് കുഞ്ഞാലിയാജിന്റെ മക്കളെന്ന് പറഞ്ഞാൽ വലിയ കുടുംബങ്ങളാണ് KK വർഗം. അതുപോലെ കടങ്ങാങ്കുന്നത്ത് അതും KK വർഗം. അതുപോലെ 8 മക്കൾ, എന്റെ വാപ്പാക്ക് 8 മക്കളെ 8 ഭാഗത്തേക്ക് കല്യാണം കഴിച്ചപ്പോ കുടുംബത്തിനെന്ന് അറിയോ. ഈ വീഡിയോസ് ഞാനിങ്ങനെ തോന്നി വേണ്ടാത്ത വൃത്തി. ഇയാള് മമ്മൂട്ടിയുടെ ലുക്ക്. ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓന്തിന്റെ മാതിരി ഇങ്ങനെ കോലം മാറിക്കൊണ്ടിട്ടു. അവ ഡോഡ് ആൻഡ് ഗുഡ്സ് ഇൻ ദ ബ്രെഡ്. ഓന്തിന് ബ്രെഡ് എന്നാ പറയാ അല്ലെ? ബ്രെഡ് ഓന്തിന് ബ്രെഡ്. ഈ ഓന്ത് നിറം ഞാനും കണ്ടു ഇങ്ങനെ കെട്ടിച്ചിട്ട് എടുത്ത് വിളിച്ചേരണാണ്. അതിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. എന്തേലും പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറ്റപ്പെടണട്ടാ. ഒന്നും പറഞ്ഞു ഞങ്ങൾ ഇത് ഉണ്ടായാലാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒക്കെ നടന്ന് കാണാൻ പറ്റിയില്ലേ അല്ലേ? പിന്നെ നിങ്ങൾ വരെ എത്ര കാണാണ്ട് നമ്മളെ യൂട്യൂബിൽ നമ്മളെ കണ്ടുവരുന്ന ആൾക്കാർക്ക് എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും. എല്ലാരും പേര് മാനുബായ് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളിവിടെ വന്നിട്ട് പൈസ എന്തെങ്കിലും മേടിച്ചില്ലല്ലോ? പൈസ ഇങ്ങോട്ടാരലാണ്. കേട്ടില്ല? ഇങ്ങോട്ട് മേടിക്കലാണ്. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. അതാണ് ഒരു മനുഷ്യ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്മാർ അതാ ചെയ്യേണ്ടത്. പിന്നെ അല്ലാണ്ട് പിന്നെ എന്തിനാ മാനുബായിന്റെ അടുത്ത് വരുന്നത്? എന്റെ കയ്യിൽ സമ്പത്ത് വന്ന നേരം നിങ്ങൾ ദുആ ചെയ്യും. ബാക്കി നിങ്ങളെ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആരും പഠിപ്പിക്കേണ്ട. റോട്ടുമ്മ അലിഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് നമ്മളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ? കോടിക്കണക്കിന് ജനങ്ങളെ ഓരോ കോടിക്കണക്കിന് ജനങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വരികള് ചരിത്രങ്ങൾ ഞങ്ങൾ എല്ലാവരും എഴുതി വെച്ച ആൾക്കാരാ. യു ആർ ദ ബീറ്റീസ് ഇൻ ദ ഹാർട്ട് അറ്റാക്ക് എന്ന ഹൃദയത്തിന്റെ വരിക്ക് എന്താ പറഞ്ഞ ചരിത്രം തന്നെ മുട്ടക്കാണ്. ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞ വിഷയിക്കങ്ങള് ആ തെങ്ങിതാ, ആ തെങ്ങുമത്തെ തേങ്ങയാണ് ഇപ്പം ഈ വീണ് എടുക്കണേ. കണ്ടില്ലേ? ഈ മനുഷ്യന്മാരിത് അവിടെ ഇരിക്കണേ, ആ മനുഷ്യന്മാരിത് അവിടെ ഇരിക്കണേ. ഈ ആദ്യം തേങ്ങ തലമക്ക് വീണ എന്തായിരിക്കും അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങളെ? ആ സാറുമാരാണ് ഈ ഇരിക്കണത്. ഇതുപോലെ കുറേ ആൾക്കാരെ ഇപ്പം ഞാനിവിടെ ഗാർഡനിലേക്ക് വന്ന് ഇത് നോക്കി അത് നോക്കാണ്. ഇതാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇത് പറിച്ചിട്ടില്ല, ഇത് പറിക്കാൻ സമയം കിട്ടിയില്ല. പലയിടത്തും ഈ മഴ കാരണം തെങ്ങ് വഴുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ? കാല് പുറത്തം കിട്ടണില്ല. അപ്പോൾ കുറേ സാറുമാരാണ് ഈ പോണതൊക്കെ. അപ്പോൾ ഇതേമാതിരി തേങ്ങയാണ് പണ്ടില്ല. ഇന്ന് വന്ന് നോക്കുമ്പോൾ തേങ്ങ വീണ് എന്തോ ഒരു പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. വേറെ വല്ല ഓഫീസർമാർ കാണിച്ച എമർജൻസി കോൾ വരും എനിക്ക്. अरे मोहम्मद जल्दी जाकर वो झाड़ का काम चालू करो, वो झाड़ में से नारियल गिर गया, अब तो इमरजेंसी कॉल आएगा तो मेरे को जल्दी भागना पड़ता है. अभी मैं बच्चों के साथ में ऐसे ही घूमने के लिए आया मैं. तो यही लपड़ा सब जगह में ना, पूरा बॉम्बे में चारों बाजू में यही नारियल का झाड़ में से पूरा नारियल सूख गया. देखो कितना सब लोग बैठे उधर. ഇതൊക്കെ യഥാർത്ഥ സംഭവമാണ് പൊന്നാര മക്കളെ. അപ്പം ഞാൻ ഒന്ന് വന്നപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങൾ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഉമ്മർഖാൻ്റെ കടയുടെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പണ്ട് പൊന്നാനിൽ വാപ്പുക്ക, സലീം, സക്കീർ,
ആദ്യം സക്കീറിനെ കച്ചവടം കൊണ്ടുവന്നിരുന്നു. സക്കീറും പിന്നെ സലീമിൻ്റെ അനിയൻ ബസീറാ തോന്നുന്നു. ആദ്യം അവിടെ തന്നെ അവിടെ കച്ചവടം ഉണ്ടായിരുന്നേ. അവർ കുറേ കാലം ഉമ്മർക്കാണ്ട് ഇളന്നിക്കാട്ടാ കഥകളൊക്കെ പറയാം. അവിടെ തന്നെ ആ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിക്കണേ കൊടത കെട്ടിക്കണേ അവിടെ തന്നെ നല്ല കച്ചവടം ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മളെ അവർക്ക് പൊന്നാനിയുള്ള ചന്തപ്പടിക്ക കൊല്ലപ്പടിക്കൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ വാപ്പുക്കാൻ്റെ അഞ്ചനാണ് ചർച്ചയിൽ വലിച്ചച്ചവടം ചെയ്യുന്ന ഹംസാക്ക, സുലൈമാൻ, അങ്ങനെ പലരുണ്ട്. ഒരുപാട് മക്കളുണ്ട് അവർ. അവരൊക്കെ ഇവിടെ വാപ്പുക്കൊക്കെ നല്ല പേരിട്ട ഒരാളായിരുന്നു. നല്ല കച്ചവടം ചെയ്തിരുന്നു. പിന്നെ അവസാനം ഈ ബിൽഡിങ്ങുകാർ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പാവങ്ങളെ കുറേ ഇവിടൊക്കെ എടുത്ത് ഓടിപ്പിച്ച്. എന്താ അങ്ങോട്ട് പറയാം, ഉമ്മർക്കാൻ്റെ കട ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മർക്കാൻ്റെ കട അങ്ങോട്ടേക്ക് ആക്കി. അങ്ങനെ ഇത് ചർച്ചാണ്. ഈ ചർച്ചിൽ ഈ തെങ്ങ് ആ തെങ്ങിൻ്റെ മോളെ ഇങ്ങോട്ട് കാണാൻ എന്താ വെച്ചിട്ട് നോക്കാണ് കണ്ടില്ല നിങ്ങൾ ഈ തെങ്ങ് കയറാൻ രണ്ട് തെങ്ങ് കയറിയൊക്കെ 4000-5000 റുപ്യ ഇവിടെ വാപ്പുക്ക എനിക്ക് വാങ്ങിത്തരും. എന്നിട്ട് വാപ്പുക്കാക്ക് ഞാൻ 1000-2000 റുപ്യ വാപ്പുക്കാക്ക് എൻ്റെ വകയായിട്ട് കൊടുക്കും. ഇപ്പോൾ ഇവർ ഇരുമ്പിൻ്റെ നെറ്റ് വെച്ചതിന് ശേഷം അതിൽ നിറച്ച് തേങ്ങ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ശേഷം എന്നെ വിളിക്കലില്ല, ഞാൻ ആ പണിക്ക് നിൽക്കലില്ല. എനിക്കച്ച ഒരുപാട് പണിയുള്ള തിരക്കുള്ള എനിക്ക് മുറ്റ മൂത്രത്തിന് ഒഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഈ ഉമ്മർക്ക് റൂട്ടുമ്മ കിടന്നിട്ട് പാവം ഒരുപാട് പ്രയാസപ്പെട്ട. ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ കട്ടാക്കി പിടിക്കട്ടെ. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെയാണ്. ഉമ്മർക്കാരെ കടലിലെത്തിയില്ലേ? അസ്സലാമു അലൈക്കും. ഉമ്മർക്ക അല്ലല്ല, ഉമ്മർക്കാൻ്റെ പറ്റി പണിക്കാർക്ക് കാണിച്ചു. ഉമ്മർക്ക ഞങ്ങളെ കടലിൽ അടുക്ക് വന്നിക്കണേ. ഉമ്മർക്ക ഒരു കാര്യം ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നാട്ടിൽ നിന്ന് ബോംബെക്ക് വന്നാൽ അപ്പം എനിക്ക് വിളിക്കും, മാനു ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാ ഇവിടെ നല്ലൊരു മനുഷ്യനാണ്. ഉമ്മർക്ക നാറാട്ടനെ അതാ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാനു രണ്ടാളും എപ്പോഴും വിളിച്ചും കൊണ്ടാ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇൻഷാല്ലാ. അപ്പം ഉമ്മർക്ക ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഉമ്മർക്ക എപ്പോഴും ഉമ്മർക്ക ആഴ്ചയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞാൾ ആദ്യം വിളിക്കും, മാനിയോ അജി എവിടെയാന്ന് പറഞ്ഞിട്ട്. അതുപോലെ യാവൊക്കെയും വിളിക്കലുണ്ട്. പോകുമ്പോഴും മിണ്ടാതെ പോകും, വരുമ്പോഴും അല്ല നാവ് സത്യം പറയുള്ളൂ. അത് പോട്ടെ. പിന്നെ എൻ്റെ ഉമ്മർക്ക ഇവിടെ കിടന്ന് പാവം കണ്ടമാനം കഷ്ടപ്പെട്ട ആളാണ് നമ്മളെ ഉമ്മർക്ക. ആദ്യം എൻ്റെ അപ്പ വന്നിരുന്നത്. അതിന് ശേഷം ഉമ്മർക്ക വന്ന് യാവൊക്ക വന്ന് ഒക്കെ റോട്ടുമ്പോൾ വളരെ പ്രയാസപ്പെട്ട ആൾക്കാരായിരുന്നു. ഈ മഴയത്ത് അങ്ങോട്ട് വാ. ഉമ്മർക്ക അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളെ ദേവേട്ടൻ്റെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ദേവേട്ടോ നമസ്കാരമുണ്ട്. എന്താ നിങ്ങളെ വിവരം? ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എവിടെ? അവരൊക്കെ ഇവിടെ നാട്ടിൽ അയ്യോ പിന്നെ ഞാൻ ഇപ്പോൾ വളരെ അപൂർവമാണ്. എൻ്റെ 2 കട ഇവിടെ ഉണ്ടായല്ലോ. നമ്മളെ ENT ഹോസ്പിറ്റലിൻ്റെ അവിടെ കളഞ്ഞു. എൻ്റെ പേര് മാനു എന്നാണ്. മാനു നമ്മളെ വാപ്പുക്ക, അലിക്ക, സക്കീർ ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തേ ഇപ്പോൾ ഞാൻ JJ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ അവിടെ സ്ഥാപനം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇഷ്ടമല്ല ഞാൻ ഇവരെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ദേവേട്ടോ എല്ലാവരും ഒക്കെ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും മൈതാനത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവരെ ലൈസൻസ് റിന്യൂ ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒന്നും വേണ്ട ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുക കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഉമ്മർക്ക് അസ്സാല്ല ഞങ്ങളിവിടെ കടലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ റോട്ടുമ്പോൾ പല ആൾക്കാരുടെ ജീവിത ചരിത്രങ്ങളാണ്. നിങ്ങളൊക്കെ ഒന്ന് ഇത് കാണണം. എത്രയോ പ്രയാസപ്പെട്ട ആൾക്കാരറിയോ. ഞാൻ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ മാത്രമാണ് ഈ ബോംബെയിൽ പ്രയാസപ്പെട്ടുള്ളത്. ഞാൻ വരുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇവർക്ക് വൈകുന്നേരം 500-1000 രൂപ കിട്ടണം. അതിൻ്റെ അപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ പോലീസും മുനിസിപ്പാലിറ്റിയും പിന്നെ ഒരു 300-400 രൂപ മാറ്റിയേക്കാൻ കിട്ടും. എന്തായാലും ഇൻഷാ അവർ ഞങ്ങളെ പള്ളിയാണ്, നിസ്കാര പള്ളി. അവിടെയാണ്. ഇത് ചർച്ചാണ്. അല്ല അത് ചർച്ചാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള നിസ്കാര പള്ളിയാണ്. അമ്മർക്കൊക്കെ നല്ല സുഖമാണ്. ഇമ്മർക്ക് ടൈമിന് ഇവിടുന്ന് പള്ളിയൊക്കെ പോയിട്ട് നിസ്കരിക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. ഇനി നമുക്ക് सोसाइटी होटल പോയിട്ട് ഭക്ഷണം കഴിക്കാം. हाँ बेटा कैसा देखो ये सब वीडियो तुम्हारा सेट देख रहा है. मेरा यूट्यूब चैनल है बॉम्बे मानू. ओके सब्सक्राइब भी दो. सब्सक्राइब करेगा तो आपको वो इतना सही होगा. എല്ലാവരോടും अस्सलाम वालेकुम. മാഷാ അല്ലാ. जानते हैं क्या? अल्लाह ഞാനിപ്പോൾ ആദ്യത്തെ കണ്ടിട്ടില്ല. अरे मेरा यूट्यूब चैनल है बॉम्बे मानू करके. हाँ बहुत बड़ा फेमस है. बहुत आदमी मेरे को सब्सक्राइब किया. बॉम्बे का कितना भी जो है ना सब लोग अपने ही वीडियो देख रहे हैं. अभी मैं एक बात बताऊँ तुमको. तो मैंने आप भी मेरा यानी
എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇവിടെ ചെമ്പൂര് താമസിച്ചിരുന്നേ. അപ്പൊ നാം ചേത്താ ഹുസൈൻ ഭായി ആണ്. അപ്പൊ ഹുസൈൻ ഭായി ഇപ്പം പറഞ്ഞ് ഇന്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും താമസിക്കണം അവിടെ റൂം ഉണ്ടായിരുന്നു. അപ്പൊ മൈന റൂം ദിലായതാണ് ചെമ്പൂരിന്. ബോത്ത് മൈന അപ്പൊ ഇപ്പോഴും ആ മനുഷ്യൻ അവിടെ തന്നെ താമസിക്കണം. നല്ലൊരു ഭായി റോട്ടുമൊക്കെ ജീവിച്ചു പോരുന്നതാണ്. देखो हुसैन भाई वो रूम दिलाने का टाइम ये मोहम्मद ने आपका पास कुछ कमीशन लिया? नहीं तो सही बताओ ये वीडियो का सामने कौन बोला? नहीं कुछ बोला नहीं है यूट्यूब वाला. मेरा तो यूट्यूब चैनल है ना. ऐसा कुछ आज तक आपका पास 1 रुपया कमीशन नहीं लिया ना? भाई होके भाई से कमीशन लेते? കേട്ടില്ലേ, നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥാപനം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ പിന്നാലെ കമ്മീഷൻ വാങ്ങലുണ്ടെങ്കിൽ ചെയ്യരുതിട്ടാ. വളരെ തെറ്റാണത്. ഇതേമാതിരി ഓരോ മനുഷ്യന്മാർ 10 ഉറുപ്പ്യ ഉണ്ടാക്കുകയാണ്. പടച്ചോൻ നമുക്ക് റഹ്മത്ത് തന്നിട്ടുണ്ട്, അതിട്ട് പോയാൽ മതി. ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണക്കാരെ നടത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കമ്മീഷന്. ഇതൊക്കെ പണ്ടാറ മക്കളെ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടണ്ടേ. സാധ നമ്മളങ്ങോട്ട് വെക്കുകയാണ്. ഇത് നമ്മളെ സച്ചേട്ടൻ്റെ കടയാണ് കേട്ടോ. സച്ചേട്ടനും ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് റോട്ടുമൊക്കെ കിടന്ന് ഉറങ്ങിയ മനുഷ്യന്മാരാണ്. കണ്ടില്ല ഞങ്ങൾ മക്കളൊക്കെ ഇവിടെ വന്നിക്കണേ. എന്തായാലും ഇതുപോലത്തെ കടയാണ് എൻ്റെ ഉപ്പാൻ്റെ കട. ബീഡിക്കട എന്ന് പറഞ്ഞില്ലേ, ഇതേമാതിരി സേമായിരുന്നു എൻ്റെ ഉപ്പാക്ക് ഉണ്ടായിരുന്ന കട. അതിപ്പോൾ വേറൊരു സ്ഥലത്ത് കച്ചവടം വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ റോട്ടുമത്തെ കച്ചവടത്തേക്ക് മുനിസിപ്പാലിറ്റിൻ്റെ വരുന്ന സമയത്ത് ഒന്നാകാണ്ട് ചില സമയത്ത് വാരി കൊണ്ടുപോകും. എന്നിട്ട് അത് വിടിക്കാൻ നല്ല പൈസ കൊടുക്കണം. പിന്നെ വാരി കൊണ്ടായാൽ പകുതി സാധനങ്ങൾ അവർ തിന്നിട്ടുണ്ടാവും. ആകെ ഈ സാധനങ്ങളൊക്കെ വിറ്റ് 50-100 റുപ്യ കിട്ടുക. നിങ്ങൾ നോക്കി ഇങ്ങനെ കാണുമ്പോൾ ചേർക്കുണ്ടാവും നല്ല ലാഭമുള്ള പരിപാടിയാണ്. പക്ഷേ ഓരോ ഇത് കച്ചവടം ചെയ്യുന്നവർക്ക് അറിയാം. സ്റ്റേഷനറി കടക്കാർക്ക് അറിയാം ഇതിൻ്റെ പ്രയാസം എന്താണെന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. സൊസൈറ്റി ഹോട്ടലിൽ പോട്ടെ. ഓക്കെ എന്നാ പേര് ശശിയേട്ടോ, ഞങ്ങൾ പോട്ടെട്ടോ. ശരി ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ അങ്ങനെ വന്നിട്ട് ആയുർവേദ കോട്ടക്കൽ ആയുർവേദശാലൻ്റെ അവിടേക്ക് എത്തിക്കണം. ഓക്കെ, ഇത് മൊയ്തീൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ബജാർ സ്റ്റേറ്റ്, ബോറ ബജാർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നതാണ്. അപ്പോൾ അവരൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സൊസൈറ്റി ഹോട്ടലിൽ നിന്ന്. ഇതാളിയാ ഞങ്ങളിങ്ങനെ അടക്ക ചമക്കാൻ വേണ്ടി കുറച്ച് അടക്ക മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് കോട്ടക്കൽ ആയുർവേദശാല. ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ്. അല്ലേ, അങ്ങനെ വന്ന് കണ്ടില്ലേ. അല്ലെ അങ്ങോട്ട് നോക്കിക്കോളേ. അങ്ങനെ വരും പോവാ. ഇവിടൊക്കെ പച്ചക്കറി കിട്ടണം. അപ്പം ഇനി ശരി കേട്ടോ. ഓക്കെ ബൈ. 80 का डजन 60 रुपया डजन. ഏതാ മേടിച്ചോളെ, എല്ലാവരും കഴിച്ചോട്ടെ. ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ അവസാനം ഇവിടെ വന്ന് വീണ്ടും ഞങ്ങൾ ഇവിടെ ഫൗണ്ടൻ പ്ലാസിൽ അവിടെയൊക്കെ എത്തി. മുത്തുവിൻ്റെ ഇളനീക്കട. മുത്തിൻ്റെ ഒക്കെ ഭയങ്കര ചരിത്രട്ടാ. മുത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വിടേണ്ട പാവം. ഇനി മതി ഈ പറഞ്ഞേനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ പൊന്നാര മോൻ. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കണേ. ഈ പറഞ്ഞേനെങ്ങനെ വിടാതെ എന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? അല്ലയാ എന്തിനാ ഈ പറഞ്ഞേനെങ്ങനെ വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ആയിക്കോട്ടെ. അതാ ഞങ്ങളിതാ എത്തി മാനുവിന്റെ കടയൊക്കെ എത്താനാണ്. ബോംബെ കിട്ടുകിട്ട വിറപ്പിച്ച സിംഗക്കുട്ടി മാനുവിന്റെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. പിന്നെ റിസ്വാനെ പട കുട്ടി വല്യപ്പാക്ക് ഇതാ ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ ഉണ്ണിയെ. ഇതാണ് PM റോഡ്. ഇവിടെ തന്നെ ഈ ഇത്തിരി 2 കൊല്ലമായിട്ട് കൊറോണയുടെ സമയത്ത് ഈ റോഡ് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. കാരണം ഈ ഭൂമിൻ്റെ അടിയിൽ കൂടെ ട്രെയിന് പോകുന്ന സംഭവമായിരുന്നു. ഇപ്പം ഇവിടുത്തെ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്, ഇവിടെയും പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ഓപ്പൺ ആയിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കടൻ്റെ അടുത്ത് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ 23/7/2025 വീഡിയോ ആണ്. വല്യപ്പാക്ക് ഈ വീഡിയോ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. വല്യപ്പാക്ക് വല്യപ്പാപ്പ വയസ്സായില്ലേ. ഇപ്പോൾ വല്യപ്പാടെ ജീവിതം കഴിച്ചാൽ നടത്തോളി ഞാനോട് വരാം. നടത്തോളി. ഇതാണ് കേട്ടോ റിസ്വാനെ പട കുട്ടീനോട് ഞാൻ പ്രത്യേകിച്ചും പറയട്ടാ. വല്യപ്പാക്ക് ഈ റോഡ് കാണിച്ചു കൊടുക്കട്ടെ. റോഡ് ഓപ്പനാ തുറന്നിക്കണമെന്ന് പറഞ്ഞാളെ. ഇനി നമ്മളെ കടയിൽ ഇളനീ കച്ചവടം തുറന്നിട്ടില്ല, കാരണം മഴ ആയ കാരണം. പിന്നെന്താ വെച്ചാൽ ഒരു റോഡ് രണ്ടും അടഞ്ഞു കിടക്കുകയാണ്. ഇല്ല റോഡല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 2 വാഹനങ്ങൾക്ക് 2 ഭാഗത്തും നിർത്തിയിട്ട കാരണം കച്ചവടം ആവാൻ കുറച്ച് പ്രയാസമാണ്. കണ്ടില്ലേ, ഇതൊക്കെ സ്കൂളാണ്.
ഇത് സ്കൂളാണ്, ഇതിപ്പോൾ സ്കൂളാക്കിക്കണേ. അവിടെയൊക്കെ സ്കൂളാണ്. വെള്ളിപ്പാട് പ്രത്യേകിച്ചും പറഞ്ഞ കേട്ടോ, ഈ വീഡിയോ എടുത്തിട്ട് നല്ല മഴയാണ് ഇപ്പോൾ. യാസറും കബീറും വരെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. कैसा ठीक है ना माशाल्लाह. चलो ठीक है, जा रहा है. अरे मेरा यूट्यूब चैनल है, मेरा डैडी देख रहा है अभी. मेरा डैडी पिताजी अभी गाँव में ही है ना. चलो ठीक है, बाद में मिलेगा. सब मेरा दोस्त लोग है सब. चलो बेटा, डैडी को बोलो बड़ा की कचौड़ा ही करें. അങ്ങോട്ട് പോരെ. വെള്ളിപ്പാട് ഭാഗത്ത് തെങ്ങാട്ടാ. ഈ തെങ്ങുമൊക്കെയാണ് ഇതിൻ്റെ പണികളൊക്കെ നടക്കണത്. ഇതിപ്പാക്ക് കാണിച്ചു കൊടുക്ക്. ഞങ്ങളുടെ റോഡതൊക്കെ റോട്ടുമൊക്കെ ഇടുന്ന് ജീവിച്ചതാണ്. നിരകിച്ചിട്ടും മഴ കൊണ്ടിട്ടും ഒരുപാട് ചെയ്ത കരിമ്പ് ജ്യൂസിൻ്റെ കട താണ് കറി. ഓ സോയല മറ്റേ ഉറങ്ങിക്കണേ. അച്ഛലാൽ ഭായ് कैसा बस ठीक है. कैसे बेटा? ये देखा, ये सब मेरा दोस्त लोग है. कहीं उड़ के आप दिखा. हाँ चल भाई, मेरा यूट्यूब चैनल है बॉम्बे मानू करके. तो मेरा डैडी देख रहा है, अभी पिताजी देख रहा है. ठीक है. और ये धंधा पानी सब कैसा चल रहा है? देखा बड़ा कैसा. मैं रोड में बहुत साल रोड में बहुत साल तक मैं सोया था ना. मेरा जिंदगी कैसा था. कृष्णा भाई का बस मार खाया कि नहीं मैंने खाया ना. पिताजी को भी मारा था, मेरा रफीक को भी, कुजटी भाई को भी मारा था, है ना. बहुत तकलीफ उठाया था ना. दादा सत्य नहीं पाओ बड़ा कोंटड़के. चलो चलो ओके ओके. हाँ पूरा बारिश है. चलो ठीक है. अरे यार कैसा है. ठीक है चलो देखे अभी देखा. ഇപ്പോൾ ഞങ്ങൾ പോയി ഈ കുട പിടിക്കും. മൂത്രേക്ക് അവിടുന്ന് മൂത്രേക്ക് കേട്ടോ. कोटा दातल है. पाटिल भाई कैसा है यार? बस ठीक है. कैसा चल रहा है? आप कैसे है? देखो मेरा एक यूट्यूब चैनल मेरा एक यूट्यूब चैनल बनाया. मेरा बहुत आदमी लोग देखते हैं. मेरा डैडी सब देख रहे हैं. अरे क्या डैडी भी देख रहे हैं? हाँ सब देख रहे हैं. बात है यार, बहुत दिन के बाद है. डैडी को बोलो. अरे पाटिल भाई मैं एक बात बताऊं. मेरा यूट्यूब में मैं बहुत बचपन में ही बॉम्बे में आया था ना. बचपन में ही तो बॉम्बे में आया. और रोड के ऊपर सोया हुआ था ना. हाँ. और बहुत आदमी का बस मार बीर खाया कि नहीं. बहुत मार खाया. अपना कृष्णा परेश के पास भी मार खाया तू. परस के पास भी मारा. वो नहीं मारा ना. नहीं अपना स्कूल का कृष्णा भाई मार गया था. उससे बहुत आदमी डरता था. बराबर ये देखा ഇതിന്റെ പാട്ടിൽ ഭായി ആട്ടാ. ഞാൻ ചെറുപ്പം മുതൽ അവിടെ വന്നപ്പോൾ ഈ മനുഷ്യ ഇവിടെ ഡ്യൂട്ടി ചെയ്യായിരുന്നു. ചലോ താങ്ക് യു. ഓക്കെ. ഇവിടെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഇതാണ് ഞങ്ങളെ JB പട്ടേൽ സ്കൂള്. അപ്പോൾ ഇതാണ് സംഭവം. ഞങ്ങളോട് ഇതാണ് ബസ് ഇങ്ങോട്ടൊക്കെയാണ്. ഇവിടെ റോട്ടുമ്മ കിടന്നിട്ട് ചെറുപ്പം മുതൽ ഇവിടെയാണ് ഞാൻ വളർന്നേട്ടാ. അതും എൻ്റെ റബ്ബാണ് സത്യം. അള്ളാഹുവിന് റസൂലിന് സത്യം ചെയ്തിട്ടാണ് ഞാനീ പറഞ്ഞ് അങ്ങനെ വന്നിട്ട് ഇത് അവരൊക്കെ ഇതവിടെ നിൽക്കണേ. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഇളനീക്കട. എൻ്റെ ഉപ്പാക്ക് ഇവിടെ ഒരു ബീഡിക്കട ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് അല്ലേ. ഇതാണ് എൻ്റെ ഇളനീക്കട. ഇങ്ങനെ പൂട്ടിക്കെടുക്കുകയാണ്. ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ കഴബ. എന്റെ കഴിവാണിത്. ഇതന്നെ എന്റെ കഴിവ്. കേരളം മുഹമ്മദ് ജനിച്ച മണ്ണ്. പൊന്നാറ മക്കളെ റോട്ടുമ്പോ ഒരുപാട് കാലം ജീവിച്ച ഇവിടെയാണ് ഞങ്ങൾ കുളിച്ചിരുന്നത്. ഇവിടെ കുളിക്കും. വെള്ളം പോണ സ്ഥലം. ഇവിടുന്ന് കുളിക്കും. ഇവിടെ രാത്രി ഓരോരുത്തർ വന്നിട്ട് പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ ചെന്നിട്ടാണ് ആൾക്കാർ പിടിച്ചിട്ട് അടിക്കുക ഈ റോട്ടിൽ. ആ കാലങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അടിച്ചിട്ട് ഓരോരുത്തരെ ഇല്ല കബീറെ പണ്ടത്തെ കാലത്ത് വില്ലന്മാരെ പരിപാടി. പണ്ടത്തെ കാലത്തെ വില്ലന്മാരുണ്ടല്ലോ, അവരൊക്കെ ആൾക്കാരെ പിടിച്ചുകൊണ്ടിട്ട് കാറിലിട്ടിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചിട്ടൊക്കെയാണ് ഇതാക്കിയിട്ട് തട്ടിപ്പറിച്ച് മേടിച്ച സംഭവങ്ങളായിരുന്നു. അന്നൊക്കെ റോട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നു തുടങ്ങുമ്പോൾ അങ്ങനെയാണ് സമനില തെറ്റിയത്. അങ്ങനെയാണ് എൻ്റെ ഈ നിങ്ങളൊക്കെ എന്നെ സ്നേഹം കൊണ്ട് മൂത്താപ്പാന്ന് വിളിക്കണില്ല. ആ മൂത്താപ്പ ഒന്ന് മാനസിക രോഗിയായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴറിയണേ ഇജ്ജ് യൂട്യൂബ് കാണണ്ടാ ഞാൻ തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ENT ഹോസ്പിറ്റലാണ്. ഓക്കെ ഇനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇതാണ് ENT ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. ചെവി കണ്ണ് ഇല്ല ചെവി തൊണ്ട ഇതൊക്കെ ഉള്ളതാണ്.
ഏറ്റവും പേരിട്ട ഹോസ്പിറ്റലാണ്. ഇന്ന് വരി ഇൻഷാല്ലാ. ഇവർക്കൊക്കെ നമ്മളെ കട, പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാ അളിയാ വിചാരിച്ചിട്ടില്ല. അള്ള കണക്കാക്കിയിട്ടുണ്ടാവും. അതാണ് സംഭവം. ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं, ये दुनिया. ആ കാലങ്ങളൊക്കെ കടന്നുപോയ സംഭവമാണ്. അതെ പാവം. ഞാൻ പാട്ട് പാടുന്നിട്ട് എല്ലാവരും ചോദിക്കരുത് എവിടുന്നാ ഇപ്പൊ ഈ പൈസ बेटा ठीक है ना अमर का वो नल्ला बोला कच्चोड़ को देता बहुत अच्छे से धंधा संभालता है बहुत अच्छा आदमी हो कईयोड़ के हाथ दिखाओ हाथ दिखाओ मेरा बच्चा लोग ऐसा എല്ലാവരോടും അസ്സലാമു അലൈക്കും നമസ്കാരം നന്ദി കൊടപൊന്തിക്ക് മറുവേ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു പോടാ പൊന്തിക്കട ഈ ചേക്ക ഞങ്ങടോ എല്ലാവരും കണ്ട് ഇരിക്കട്ടാ 2 കെട്ടുള്ള ബസ് കണ്ടോട്ടെ ഇവിടെ സംസുക്ക ഞങ്ങളിവിടെ വന്ന് അപ്പം നിങ്ങളിവിടെ കാണാനില്ല അബ്ദുറഹ്മാൻ ബാബ തങ്ങൾ പാപ്പാൻ്റെ യാറട്ടെ അങ്ങോട്ടേക്കാണ് ബോംബെയിൽ 23/7/2025 ഓക്കെ. എന്തോ ഭയങ്കരമായിട്ടുള്ള ഉറൂസ് നടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും നമസ്കാരം നന്ദി എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും. പിന്നെ അവർ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്ത്, പക്ഷെ നല്ല മഴയായിരുന്നു. പാവങ്ങൾ വന്നിട്ട് ആ വന്ന ദിവസം കനത്ത മഴ. അങ്ങനെ 2 ദിവസം വരെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. വലിയ കടുപ്പപ്പെട്ട മഴ ഉണ്ടായിരുന്നു, എന്നാലും അങ്ങോട്ട് പോയിരുന്നു. ഇന്നലെ ഇവർ വന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് മഴ. അവസാനം ഞാൻ കാരണം 2-3 കാറ് വിളിക്കണം. ഈ കാറ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നനഞ്ഞിട്ടൊക്കെയാണ് പോയി കഴിഞ്ഞാൽ കാറുകാർ അങ്ങനെ കയറ്റൂല. കയറ്റിനടുത്തോളം അവർ പോണില്ല എന്ന് പറയും. അങ്ങനെയുണ്ട്. അവസാനം ഞാൻ എൻ്റെ വണ്ടിയിൽ പാവങ്ങളെ കൊണ്ടുപോയി ഗേറ്റ് ഓഫ് ഇന്ത്യ നെരമാൻ പോയിന്റ്. ഇനി അവർക്ക് ഇടിഞ്ഞ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പലരും പറയേണ്ടത് ഈ റെഡിമെയ്ഡിൻ്റെ സ്ഥലങ്ങളൊക്കെ, റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയെന്നുള്ളത് അത് വിടാതെ കാണിക്കാണ്ട്. എനിക്കങ്ങനെ നിങ്ങളെ പോയി കാണിക്കാൻ പറ്റൂല. എന്താ അറിയോ? ഞാനും നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അധ്വാനിച്ചുണ്ടാക്കിയിട്ട് 10 രൂപ ഉണ്ടാക്കണതാണ്. കുടുംബം പോറ്റുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല ചാൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതേമാതിരി ഓരോരുത്തർ വരും. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊക്കെ എന്നെ പരിചയപ്പെട്ട് ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല ബോംബെൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും എല്ലാ മതക്കാരെയും ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും വരെ എന്നെ മതം നോക്കിയിട്ട് അവരെ മാനു മുസ്ലിമാണ്, നമ്മളെ മാനു വേറെ ഇതൊന്നും ചിന്തിക്കരുത്. പടച്ചോനെ വിചാരിച്ച പറഞ്ഞു അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾ വരിക, നല്ല സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ വരുന്നെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ട് സാധാ ഞങ്ങളെ നാട്ടിക്കാനെ തിരിച്ചു പറയുക. നിങ്ങൾക്ക് ഇവിടെ ആരില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കരുത്. പല രാജ്യക്കാരും എനിക്ക് നിങ്ങളാണ് സബ്സ്ക്രൈബർ എന്താ അറിയോ? ഓരോ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ട് ഹൃദയങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഇനി പറയണില്ല, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ, ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ് കണ്ടിട്ട് ഇനി രണ്ടാമത്തെ ഇട്ടാ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞെന്താ അറിയോ? ഇന്ന് അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അവരെടുക്കാൻ പോകണ്ട. അപ്പോൾ അവർ പറയുന്നുണ്ട് മാനാക്ക ഇജ്ജ് വായോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനോട് മൂടുണ്ടാവില്ല. അപ്പം എന്നാ മറന്നായിക്കോട്ടെ ഞാൻ വരാറുണ്ട്. ഇതിൻ്റെ പണി ഇന്നത്തെ പണി ഞാൻ അവർക്ക് വേണ്ടി സ്റ്റോപ്പാക്കി. അപ്പോൾ അവർ നമ്മളെ കെബീറും യാസറൊക്കെയും പറഞ്ഞു, കെബീർ ഭായും യാസർ ഭായും ഒക്കെ പറഞ്ഞു പണി ഒഴിവാക്കി കളച്ച് വായുകാരന്. അപ്പം ഞാൻ ഇന്ന് തെങ്ങുംതോട്ടത്തേക്ക് പണിക്കൊന്നും പോയില്ല. ഞാനും 10,000-15,000 രൂപ 20,000 രൂപ ഇളനിയും പറിച്ചു വരുന്ന ആളാണ്. കാരണം ഇതിൻ്റെ ലക്ഷങ്ങളോളം തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതാണ്.
പക്ഷേ എനിക്ക് അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരിക്കലും വിഷമം വരും ചെയ്യൂല. അതിനെപ്പറ്റി ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ 15,000-20,000 രൂപ ഇളനിയും പറിക്കാൻ പോകണമല്ല അവർ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാവില്ല കേട്ടാ. നിങ്ങൾ വരും, നിങ്ങളെ സന്തോഷിപ്പിച്ച് അൽഹംദുലില്ലാ. നമുക്ക് ഇവിടെ കാണിക്കണ സ്നേഹം ഉണ്ടല്ലോ, നാളെ ഈ പറഞ്ഞ ഞാനും നിങ്ങളും മരിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക്, പടച്ചോൻ്റെ അടുത്തേക്ക്, ഏകനായ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ ഈ ചെയ്തതേ നാളെ അവിടെ ഇതിനും വലിയ സ്വർഗം നമുക്ക് എല്ലാവർക്കും അവിടെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുക, അത് ചെയ്യരുതിട്ടാ. നമ്മൾ ഒരാളെ കാണാതെ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ കൂടെ 500,000 പോക്കറ്റിൽ വെക്കുക, ആ പരിപാടി ചെയ്യരുത്. കാരണം പടച്ചോൻ നമുക്ക് അള്ളാഹു കയ്യിനും കാലിനും ആരോഗ്യം തന്നിട്ടുണ്ട്. ഹലാലായ കാര്യങ്ങൾ നല്ല രീതിയിൽ കൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ആ പൈസയിൽ നിന്നിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ പറ്റി പഠിക്കും. നിങ്ങളല്ലേ സ്കൂളിൽ പോയിട്ട് ഖുർആൻ എടുത്ത് ഓതിയത് നിങ്ങളല്ലേ, ബൈബിൾ എടുത്ത് പഠിച്ചത് നിങ്ങളാണ്. ഹിന്ദുവിൻ്റെ നമ്മളെ അവരും ബൈബിൾ പഠിച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കുക, ഹൃദയങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കി ജീവിച്ചോണ്ടല്ലോ ഒരിക്കലും തരം താവൂല. ഓൻ പാവപ്പെട്ടവനായിക്കോട്ടെ, ഓനെയും ദൈവം പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തും. അത് നമ്മൾ കാണിക്കണ പ്രവൃത്തിയിൽ നിന്നാണ്, അല്ലാതെ നമ്മൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിക്കൂട്ടിലായി ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുതിട്ടാ. നിങ്ങളെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു സോപ്പ് കിണറ്റിലേക്ക് ഇട്ടാൽ ആ വെള്ള സോപ്പ് പോണത് നിങ്ങൾക്ക് കാണാമല്ലോ, അത് ലാസ്റ്റ് വന്ന് ഭൂമിൻ്റെ അവിടെ പതിയും. അത് അവിടെ നിന്ന് വരണം നിങ്ങളെ ഹൃദയത്തിൻ്റെ വരികൾ, അവിടെയാണ് പടച്ചോൻ്റെ നോട്ടം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാനൊന്നും ഒരുപാട് ലോങ്ങായി പോകും, ആർക്കും ഇഷ്ടപ്പെടില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ 22-ാം തീയതി 21-ാം തീയതി അവിടെ നിന്ന് കയറി 22-ാം തീയതി ഇവിടെ ഗേറ്റ് ഓപ്പിൻ്റെ അതൊക്കെ മേടിച്ച് ഇന്ന് ഞങ്ങൾ അവർ പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ എടുക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവർ എടുക്കണ വെച്ചാൽ അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ വിട്ടുതരാം. നിങ്ങൾ കാണും, ഇതേമാതിരി നിങ്ങളും വരി, നിങ്ങളെ ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. നിങ്ങളൊക്കെ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, അതാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളാരും ഉറുപ്പ്യ വേണ്ടട്ടാ പൊന്നാര മക്കളെ, ഞങ്ങൾ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഇവിടെ ചോദിച്ചോക്കി എല്ലാവരോടും, ഞാൻ മറ്റുള്ളവൻ്റെ പണം കണ്ടി സ്വപ്നം കണ്ടി ജീവിക്കുന്നത് അങ്ങനെ കോടികൾ ഉണ്ടാക്കുക. അങ്ങനെ ജീവിച്ചവരൊക്കെ ഉണ്ട്. അവരിപ്പോൾ ഇന്ന് എന്താ ചെയ്യണവരാ, ആ രോഗിനെ കാണാൻ വരികയാണ്. പിന്നെ ഒരു ഭാഗം കൈ ക്യാൻസറായിട്ട്, ഇതിൻ്റെ ഉള്ളിനുള്ളിൽ ക്യാൻസറായിട്ട്, അറ്റക്കായിട്ട് അങ്ങനെയൊക്കെ ശ്വാസം വെച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ തിന്നാത്തവരുണ്ട്, അങ്ങനെ തിന്നുന്നവരുണ്ട്. രോഗം രണ്ട് മനുഷ്യന്മാർക്ക് 2 തരം കൊടുക്കുന്നുണ്ട്. നല്ല ചെയ്തവനക്കും രോഗം കൊടുക്കും, നല്ല ചെയ്യാത്തവനക്കും കൊടുക്കും. അപ്പം 2 വിഭാഗമുണ്ട് അതിൽ. ചിലർ പണക്കാർ കോടികൾ ഉണ്ടാക്കിയിട്ടേ മറ്റവനക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമം. അപ്പം എന്തായി, ഓനക്ക് പല രോഗങ്ങളും വരും. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് പല ലോകത്തും. പല ആൾക്കാരെ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടിട്ടുണ്ട്. എന്തേ, അവർ കോടികൾ ഉണ്ടാക്കി അവസാനം ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കണം. അങ്ങനത്തെ അവസ്ഥ ആയിക്കണ മനുഷ്യന്മാർ പലയിടത്തും ഇൻ്റർനെറ്റിൽ കൂടെ ഞാൻ കാണാതെ ഓരോ മനുഷ്യന്. പൊന്നാര മക്കളെ പൈസ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ, വെറും മക്കൾക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കേണ്ട സ്വർഗ്ഗം. ഈ മൂക്കി കൂടെയാണ് ഓക്സിജൻ അങ്ങോട്ട് വലിക്കണത്, അത് തന്നെ ഇങ്ങോട്ടേക്കും തള്ളണത്. അത് സെക്കൻഡ് പ്രകാരം നിങ്ങളെ ഹൃദയത്തെ നന്നാക്കിക്കോളി. എന്നിട്ട് പടച്ചോനെ കണ്ടുമുട്ടി, ദൈവത്തെ കണ്ടുമുട്ടി, ഹിന്ദുക്കളോടും മുസ്ലിങ്ങളും എല്ലാവർക്കും സ്വർഗമുണ്ട്. ഞാൻ എപ്പോഴും പറയല്ലേ, ഞാൻ പറയാൻ നിന്ന് ഇപ്പോൾ സമനില തെറ്റി. എൻ്റെ ഹൃദയത്തേക്ക് എന്താ കിടക്കണേ, എൻ്റെ ഹൃദയത്തേക്ക് ആരാ പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ രോഗിയാണ്. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ തങ്ങളമാരുടെ അടുത്ത്, മൊയിലേരന്മാരുടെ അടുത്തേക്ക് പോയി. എൻ്റെ അനിയന് അക്ബർ ഓൻ പണിക്കരെടുത്ത് പോയി. കാരണം എൻ്റെ അസുഖം എന്താന്നുള്ള ബോംബെയിൽ സമനില തെറ്റി പ്രാന്തായി നടക്കുമ്പോൾ, അല്ലാതെ ഒരാളെ തല്ലാനോ ഒരാളെ കൊല്ലാനൊന്നും പോയിട്ടില്ല. അപ്പോഴാണ് പണിക്കരും മൊയിലേരും പറഞ്ഞ് ഓൻ്റെ ഹൃദയത്തേക്ക് എന്തോ സംഭവം കടന്നു വരുന്നുണ്ട്. ആ കുട്ടിക്കൊന്നും എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഹൃദയത്തേക്ക് എന്ത് മലക്ക വരണമെന്നൊക്കെ അറിയില്ല. അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് മലക്ക് എൻ്റെ അടുത്ത് വന്നല്ലേ. എൻ്റെ ഹൃദയത്തേക്ക് നമ്മൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തേക്കും നല്ല നല്ല മലക്കുകൾ ഭൂമിയിൽ വരുന്ന ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ നിങ്ങളൊക്കെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സ് ശരിയില്ലാത്ത കാരണം അകന്ന് മാറി. ചിലർ നല്ല മനസ്സവർക്ക് ഒരു കോടീശ്വരുണ്ടായിട്ടുണ്ട്. അവർ കോടീശ്വരനാണ്. നല്ല നിങ്ങളെ പാടി ഹിന്ദുക്കളും കോടീശ്വരായിട്ടുണ്ട്, മുസ്ലിങ്ങളും കോടീശ്വരായിട്ടുണ്ട്, ക്രിസ്ത്യാനികളും എന്താണ്, അവർ നല്ല ഹൃദയമായി അവർ റബ്ബുമായി കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കുറ്റും കിബറൊക്കെ വെച്ചിട്ട് മറ്റോ നേരാവണ് കണ്ടിട്ട് നമുക്ക് പറ്റൂല. ഒരാൾ നേരാവണയും കാണാൻ പാടില്ല. നമ്മളിട്ട് നേരാവുണ്ട ഇവിടെ നേരാവട്ടെ, നേരായിട്ട് നേരാവണ ആളത്ത് ചെന്നിട്ട് ഒരു 10,000-20,000 ചോദിച്ചാൽ കൊടുത്തിട്ട് വരും. എന്നിട്ട് ഓൻ്റെ കായ് വാങ്ങി തിന്നിട്ട് ആ ഡേറ്റിന് കൊടുക്കാതെ ഓനിട്ടിട്ട് അടങ്ങാറാക്കുക. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരിക?
ഇതിപ്പോൾ ഇനി 3-ാം ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ പോകുന്നത് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റട്ടെ. എനിക്ക് സമനില തെറ്റിയിട്ട് പൊന്നാര മക്കളെ ഞാൻ ഗുളിക കുടിച്ചടക്കാണ്. എന്തൊക്കെയോ പറയാണ് കേട്ടില്ലേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എന്താണ് കിടക്കണത്, എന്താണ് പോകുന്നത്. ഇപ്പം ചില സമയത്ത് നല്ല ബുദ്ധിയാക്കണം, ചില സമയത്ത് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹൃദയത്തേക്ക് എന്തോ വരണ പോലെയാണ്. എന്താണ് വരുന്നതിൻ്റെ റബ്ബിനെ തന്നെ അറിയുള്ളൂ. ഞാൻ ഒരാളെ പറ്റിച്ച് തിന്നിട്ടില്ല. എന്തിനാണ് എന്നെ പടച്ചങ്ങനെ രോഗിയാക്കി മാറ്റാൻ. പോട്ടെ ഇൻഷാല്ലാ ഞാൻ അവിടെ എന്നെ കാത്തിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇൻഷാല്ലാ അതിലുള്ള മുഹമ്മദ്. അപ്പോൾ ഞാൻ പൗഡറൊക്കെ ഇട്ടാണ്. നിങ്ങളൊക്കെ നല്ല പൗഡർ ആട്ടണേ. ഞാനിതാ ചൂട് കൂട്ടിയിട്ട് പൗഡർ ആട്ടണേ മുഖത്ത് തേക്കാൻ. കാരണം നല്ല വൃത്തിയിൽ പോകണ്ടേ. ഇത് 3-ാമത്തെ വീഡിയോ കേട്ടോ. 1-ാം നമ്പർ, 2-ാം നമ്പർ, 3-ാമത്തെ. ഇന്നത്തെ 22/23/2025 വീഡിയോ ആണ്. ഞാൻ തെങ്ങുമ്പോൾ കയറുമ്പോൾ കുരങ്ങനെ പോലെ ആയിരുന്നല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഓന്ത് നിറം മാറുന്ന പോലെ മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനുഷ്യന്മാരെ നല്ല മനസ്സിലാക്കിയിട്ട് ജീവിച്ചുകൊണ്ടിട്ടാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾ ഇട്ട ഇൻസ്റ്റടൊക്കെ തന്നെയാണ് നല്ല മനുഷ്യന്മാർ. അല്ല, മനുഷ്യന്മാർ പല കോലത്തിലുണ്ടാവും. വണ്ടിൻ്റെ പണിയെടുക്കുമ്പോഴും കൈക്കോട്ട് കളക്കുമ്പോഴും മറ്റേതെടുക്കുമ്പോൾ ഓൻ ആകെ ചേറിലും മുങ്ങും. പക്ഷെ ഓനക്ക് അള്ള പിന്നെ ഓൻ്റെ പ്രകൃതി രൂപം തന്നെ പഠിച്ചോ സെക്കൻഡ് പ്രകാരം മാറ്റും. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുകയാണ് നല്ല മനുഷ്യന്മാരെ. അയ്യാതി പണികളൊക്കെ എടുത്ത് വരുമ്പോൾ ഓന് പല ഏത് ഡ്രസ്സ് ഇട്ടാലും ഓൻ ചാക സിനിമമാർ തന്നെ ആയി മാറും. ഇൻഷാല്ലാ ഇനി ഇതാണ് ഇതിൻ്റെ അടിച്ചു കാണി മലക്കുകൾ കടന്നു വരും. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഹൃദയത്തിലേക്ക് അടിക്കും കളി. കാരണം ഹൃദയത്തിനുള്ളിലേക്കാണ് നമ്മളെ മനസ്സ് നന്നാക്കാൻ പറഞ്ഞത്. നിങ്ങൾ കയ്യിലുണ്ടായി എന്നിട്ട് ആരുടെ കറിയും പകയും വെക്കരുത്. സെക്കൻഡ് പ്രകാരം ഏത് സമയത്തും സൂചിക്കൊരു സെക്കൻഡ്, ആകാശത്തിന് സെക്കൻഡ്, ഭൂമിക്ക് സെക്കൻഡ്, കടലിന് സെക്കൻഡ്, കാറ്റിന് സെക്കൻഡ്, കാണുന്നതെല്ലാം സെക്കൻഡ്. നിങ്ങളെ ഹൃദയം സെക്കൻഡായിട്ട് നടന്നു നോക്കി. അപ്പം മരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടച്ചോന് അള്ളാരുടെ അടുത്ത് പോയ സ്വർഗം ഉണ്ടാവും. ദിക്കറും സ്ഥലത്തേറ്റ് പോകണ്ടല്ലോ. എന്തൊക്കെയോ വിഷമം കൊണ്ട് പറഞ്ഞു പോവാണ് പൊന്നാര മക്കളെ. എല്ലാവരും ഇതിൻ്റെ ഇതിപ്പോൾ 3-ാമത്തെ വീഡിയോ അല്ലേ. ആദ്യം 1-ാമത്തെ 2-ാമത്തെ ഏറ്റവും ബാക്കിൽ ആ വീഡിയോൻ്റെ കൂടെ വെക്കാം. മറ്റേത് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉഷാറായി അടിപൊളിയായി. ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല. അത് യഥാർത്ഥ വരിയാണത്. ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. പിന്നെ പള്ളിയിൽ തക്ബീർ മുഴങ്ങി തുടങ്ങിയല്ലോ. റൂഹ് പിരിഞ്ഞതും ആ ദിവസമായല്ലോ. കൂട് തുറന്ന് ഞാൻ അകന്ന് പിരിഞ്ഞല്ലോ. 6 കട്ടേരിൽ ഞാൻ യാത്ര തുടങ്ങിയല്ലോ. കൂട് തുറന്ന് ഞാൻ അകന്ന് പിരിഞ്ഞല്ലോ. കുട്ടികൾ മുഴുവനും പൊട്ടിക്കരഞ്ഞല്ലോ. പള്ളിയിൽ തക്ബീർ മുഴങ്ങി തുടങ്ങിയല്ലോ. മൈലാഞ്ചി ചെടികൾ മുഴുവൻ വിരിഞ്ഞ് തുടങ്ങിയല്ലോ. നിസ്കാരപ്പായ നനഞ്ഞി കൂതിർന്നല്ലോ. നിവരാതെ കുമ്പിട്ട് കണ്ണ് നിറഞ്ഞല്ലോ. ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല. ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല. ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. ഈ നിങ്ങളൊക്കെ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. നിങ്ങൾ വരി ബോംബെ കാണാൻ വരി. ഞാൻ നിങ്ങളെ കൂടെ ₹1 ഞങ്ങളെ വാങ്ങി തിന്നൂല. നിങ്ങൾക്ക് ഇറച്ചും പൊറാട്ടി എന്ത് വേണമെങ്കിലും റബ്ബാണ് സത്യം, ഏകനായ റബ്ബ്. നിങ്ങൾ ഇന്നെ ഇഷ്ടപ്പെട്ടാ വരണേ. നിങ്ങൾ വരി, നിങ്ങളെ ഹൃദയത്തിലേക്ക്, നിങ്ങളെൻ്റെ ഹൃദയത്തിലേക്ക് കടക്കിങ്ങൾ. അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പറ്റെങ്കിൽ വേറെ ഒന്ന് നോക്കട്ടെ, എവിടെയൊക്കെ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോയിട്ട് അവിടത്തൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വിട്ടുതരാം. ഓക്കെ ഇൻഷാല്ലാ. ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ. ബോംബെയിൽ നല്ല മഴ കേട്ടോ. അങ്ങോട്ടൊക്കെയാണ് 22-ാം തീയതി മഴ തന്നെയാണ്, 23-ാം തീയതി മഴ. ഇന്നലെ നമ്മളെ യാസറും കബീറും ഏട്ടനും അഞ്ചന്മാരും അവരുടെ വൈഫും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നലെ യൂട്യൂബിൽ വിട്ടിട്ടുണ്ട്.
ഒന്നാം ഭാഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എത്ര പേര് കണ്ടു നിൽക്കുക ഗേറ്റ് ഓഫ് ഇന്ത്യ, നെർമാൻ പോയിൻ്റ്, അങ്ങനെ പല ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇത്രയും മഴ പെയ്യുമ്പോൾ എവിടെ ആകെ നനിയാണ്. ഇത് പല സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നാണ് കുട്ടികൾക്കൊക്കെ ഡ്രസ്സും റെഡിമെയ്ഡ് കടകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒന്ന് പണിക്കൊന്നും പോയിട്ടില്ല. കാരണം അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുക്കും വേണം. പറ്റെങ്കിൽ നോക്കട്ടെ, ഇന്ന് 23-ാം തീയതി ഇന്നും കൂടി അവർക്ക് എടുത്തു കൊടുത്താൽ അവർ നാളെ പോകും. ടിക്കറ്റ് നാളേക്കുള്ള ടിക്കറ്റാണ്. അപ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടോളി, അതിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ അവർ ഇന്നലെ വന്നിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട്. ഗേറ്റ് ഓഫ് ഇന്ത്യ, നെർമാൻ പോയിൻ്റ്, ഫൗണ്ടന്. ഇന്ന് എവിടേക്കൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതും കൂടി ഇന്ന് രാത്രി ഒരു 10-11 മണിൻ്റെ ഉള്ളിലായിട്ട്, 12 മണിൻ്റെ ഉള്ളിലായിട്ട് ഞാനത് വിടും. ഓക്കെ, അതിലെന്തോന്ന് എഴുതിയിട്ടുണ്ട്, അതേ ഒന്നാം ഭാഗം, അതേ ആ പേര് തന്നെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ടാണ് വിടുക. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ നിങ്ങൾക്ക് ബോംബെൻ്റെ എല്ലാ ഭാഗം, അല്ലാതെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ പോയി എടുക്കാനുള്ള നേരം. നിങ്ങളെപ്പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സാറില്ല ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക. നിങ്ങളും വരും, എല്ലാവരും വരും. യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ വരും. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മളെ രാജേട്ടൻ്റെ ബീഡിക്കടയാണ്. രാജേട്ടനെ റോട്ടുമൊക്കെ എടുത്തിട്ട് വളരെ പ്രയാസപ്പെട്ട ഒരാളാണ്. ഇത് രാജേട്ടൻ്റെ ഇളനീക്കടയാണ്. ആ മനുഷ്യനും ഇവിടെ റോട്ടുമൊക്കെ എടുത്ത് നല്ല ദൈവത്തിൻ്റെ പടച്ചോൻ്റെ ഇതുകൊണ്ട് മൂപ്പരാർക്കും നല്ല ഇവിടെ 2-3 കച്ചവടവും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റി. ഇത് ഉമ്മർക്കാൻ്റെ ഒരു ഇളനീക്കടയാണ്. ഇതൊക്കെ വേറെ ആൾക്കാരുടെ ചായ കച്ചവടമാണ്. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇത് ഉമ്മർക്കാട് ഇളനീക്കട എന്നോ? അതാണ് ഉമ്മർക്കാട് ഇളനീക്കട. അത് നമ്മളെ രാജമ്പായി എന്ന് പറയും. ഓനക്ക് ഇവിടെ കാലാക്കോടൽ ഇവിടെ കച്ചവടമൊക്കെ ഉണ്ട്. അതുപോലെ സീ റോഡിൽ റെഡിമെയ്ഡ് കച്ചവടം ഉണ്ട്. കാലാക്കോടലിൽ ജ്യൂസ് കച്ചവടം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങോട്ടൊക്കെയാണ്. ഇതാണ് BSNL ബിൽഡിങ്, ടാറ്റയുടെ. ഇനി അങ്ങനെ പോകണമെങ്കിൽ റെഡിമെയ്ഡ് ഷോപ്പാണ്, ഫാഷൻ സ്റ്റേറ്റ് എന്ന് പറയും. പിന്നെ ഇവൻ്റെ കെബീർ ഉണ്ടല്ലോ, അല്ലെ ഞങ്ങളെ കെബീർക്കാർക്ക് അവിടെയും കട ഉണ്ട്. സീ റോഡിലും റെഡിമെയ്ഡ് കച്ചവടമൊക്കെ ഉണ്ട്. എന്തായാലും അതും കൂടി കാണിച്ചു തരട്ടാ. എടാ മോനെ, എൻ്റെ ഉപ്പാക്കേ അവിടെ കട ഉണ്ടെന്ന് പറയാണ്. എവിടെ കെബീർ അവിടെ? എന്നാ ഞങ്ങൾ പോവാ കേട്ടോ. ഓക്കെ, അസ്സലാമലൈക്കും എല്ലാവരോടും. എന്നാ വരെ റോഡ് മുറിഞ്ഞ് നടക്കണ്ടേ?